പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറഞ്ഞൊരു സ്ഥലം, ഒരു കുഗ്രാമമാണ്. എൻ്റെ ചെറുപ്പകാലത്ത് അതിലും കുഗ്രാമമായ കക്കുടിമണ്ണെന്ന് പറഞ്ഞൊരു പ്രദേശത്താണ് ഞാൻ ജനിച്ചത്. ശരിക്കും പറഞ്ഞാൽ അന്ന് റാന്നിയിലേക്ക് റോഡ് പോലും ഇല്ല. ഒരു ഒരു റോഡ് എന്ന് പറയാവുന്ന ഒരു സംവിധാനമേ ഉള്ളൂ, ബസ്സൊന്നുമില്ല. അപ്പോൾ അവിടുന്നാണ് അവിടെ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പ്രൈമറി സ്കൂളിൽ പഠിച്ചത്. പിന്നീട് റാന്നിയിലെ SC ഹൈസ്കൂള് വളരെ ദൂരെയാണ്, 5-6 കിലോമീറ്ററുണ്ട്. അവിടേക്ക് നടന്നൊക്കെയാണ് പഠിച്ചത്. ഹൈസ്കൂളായപ്പോഴത്തേക്ക് കുറച്ചുകൂടെ അടുത്തു. അപ്പോഴത്തേക്കൊക്കെ റോഡൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു. കോളേജൊക്കെ പഠിക്കുമ്പോഴൊരു ബസ് വന്നത്. അപ്പം അങ്ങനെയാണ് അങ്ങനെ ഒരു സ്ഥലത്താണ് എൻ്റെ ജനനം. അന്നും പത്രങ്ങളെല്ലാം വരും. എല്ലാം എന്ന് പറഞ്ഞാൽ മലയാള മനോരമ, ദീപിക, ഈ 2 പത്രങ്ങൾ വരും. അപ്പോൾ ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ എന്തെങ്കിലും വായിക്കാനായിട്ട് വളരെ ദൂരെ പോയി ഇലസ്ട്രേറ്റഡ് വീക്കിലി കിട്ടുമായിരുന്നു. പിന്നെയുള്ളത് ബ്ലിറ്റ്സ. അതൊക്കെയായിരുന്നു അന്നത്തെ നമുക്ക് ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഞാൻ ഈ മാതൃഭൂമിയിലൊക്കെ ചേർന്നതിന് ശേഷം തിരുവനന്തപുരം എഡിഷൻ തുടങ്ങിയപ്പം അതിൻ്റെ തുടക്കത്തിൽ വേണുകുറുപ്പാണ്, ഞങ്ങൾ വേണുവട്ടൻ എന്ന് വിളിക്കുന്ന വേണുകുറുപ്പായിരുന്നു അതിൻ്റെ ഇവിടുത്തെ സാരഥി, അല്ലെങ്കിൽ അന്നത്തെ ആദ്യത്തെ ന്യൂസ് എഡിറ്റർ. ഞങ്ങൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പല സ്ഥലങ്ങളിൽ, അന്ന് 3 ജില്ലകളാണ്, തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി. അപ്പോൾ ഈ ജില്ലകളിലെല്ലാം ഞങ്ങളൊരു ടീമായിട്ട് പോയിട്ട് പ്രധാനപ്പെട്ട ആളുകളെ കാണുക, സ്പെഷ്യൽ സ്റ്റോറീസൊക്കെ ഉണ്ടാക്കുക, അങ്ങനെ ഒരു യാത്ര. ആ കൂട്ടത്തിൽ എൻ്റെ സ്ഥലത്ത് വന്നു. അപ്പോൾ എൻ്റെ സ്ഥലത്ത് പറഞ്ഞാൽ കുറേ വിജനമായ സ്ഥലങ്ങളിലൂടെയൊക്കെ കാർ ഓടുന്നു. അത് കഴിഞ്ഞിട്ടൊരു കാട്ടിലേക്ക് പ്രവേശിക്കുന്നു. അത് കഴിഞ്ഞാണ് എൻ്റെ നാടെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാട്ടിലോട്ട് പ്രവേശിച്ചപ്പോൾ വേണുട്ടൻ ചോദിച്ചു, ഇവിടെ ഈ ജേർണലിസം എന്ന് പറയുന്നൊരു പ്രൊഫഷൻ ലോകത്തിലുണ്ടെന്ന് താൻ എങ്ങനെ അറിഞ്ഞെന്ന്. അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം അതുപോലുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എനിക്ക് പത്രപ്രവർത്തനത്തിൽ താല്പര്യം വരാനുള്ള ഒരു കാര്യം, എൻ്റെ അങ്കിള്, എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരൻ അനിയൻ അത്തിക്ക എന്ന് പറയും. അദ്ദേഹം മനോരമയുടെ ബാലസഖ്യത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പൗരധ്വനി എന്നുള്ള പേരിൽ കോട്ടയത്ത് ഒരു ഈവനിങ് ഡെയിലി ആരംഭിച്ചു. ഈ പൗരധ്വനി എന്ന് പറയുന്നത് വളരെ ചരിത്രമുള്ള ഒരു പത്രമാണ്. ഒരു സമയത്ത് കോട്ടയത്ത് മലയാള മനോരമയേക്കാൾ കൂടുതൽ സർക്കുലേഷൻ ഉണ്ടായിരുന്ന കരുവേലിത്തറ KM ചാക്കോ എന്ന് പറയുന്ന, ചാക്കോച്ചൻ എന്ന് പറയുന്ന ഒരു പത്രാധിപരും അതിൻ്റെ ഉടമസ്ഥനൊക്കെ ആയിട്ട് ഉള്ള ഒരു പത്രമാണ്. അത് പിന്നെ അങ്ങ് നിന്നുപോയി. അതിൻ്റെ ടൈറ്റിൽ നിശ്ചയം വാങ്ങിച്ചിട്ട് നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ വല്ലപ്പോഴുമൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പം അവിടെ പോവും. ഞാൻ റാന്നി സെൻറ്റ് തോമസ് കോളേജിലാണ് പഠിച്ചത്. പിന്നീട് കോട്ടയത്തും പഠിച്ചു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ കാണും, ഇതിൻ്റെ ഒരു ഹരം. പിന്നെ നമ്മൾ ഈ മനോരമയുടെയും ദീപികയുടെയൊക്കെ പഠിക്കലൂടെ പോകുമ്പം എന്തെങ്കിലും എവിടെയെങ്കിലും ജോലിക്ക് പ്രവേശിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അനിച്ചാൻ്റെ കൂടെ കുറേ കാലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യകാലം അവിടെയാണ്. അദ്ദേഹം അതിനുശേഷം പൗരധ്വനി വാരിക ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് നല്ല സർക്കുലേഷനുള്ള വാരികയായിരുന്നു. പിന്നീട് ഈ ഒരു ആരോഗ്യശാസ്ത്രം എന്ന് പറഞ്ഞൊരു മാസിക അദ്ദേഹം ആരംഭിച്ചു. അതൊരു നല്ല പ്രസിദ്ധീകരണമായിരുന്നു. അന്നത്തെ കാലത്ത് 32,000 കോപ്പിയുണ്ട്. അത് വലിയൊരു സർക്കുലേഷനാണ് അന്ന്. അപ്പോൾ അതിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് സത്യത്തിൽ ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദീപികയിൽ ടെസ്റ്റ് എഴുതുന്നു. വിക്ടർ നെരിവലി, ഫാദർ വിക്ടർ നെരിവലി, അച്ഛൻ അമേരിക്കയിലൊക്കെ പോയി. അതുപോലെ ഫാദർ അലക്സ് പൈകട, ഇവരൊക്കെ വന്നൊരു പുതിയ ഒരു സെറ്റപ്പ് ദീപികയിൽ ഉണ്ടായ ശേഷം, അത് നേരത്തെയും നെരിവലച്ഛൻ ദീപികയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കയിലൊക്കെ പോയി കൂടുതൽ ഉപരിപഠനമൊക്കെ നടത്തിയിട്ട് വരിക. അപ്പം അവിടെ ഞാൻ ടെസ്റ്റ് എഴുതി. ടെസ്റ്റ് വളരെ വിശേഷപ്പെട്ട ടെസ്റ്റായിരുന്നു. കാരണം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഭാഗം തരുമ്പോഴേ നമുക്ക് ഡിക്ഷണറി ഉപയോഗിക്കാം. അപ്പോൾ അതിന് അച്ഛൻ പറയുന്ന ഒരു ന്യായം, നിങ്ങൾ ഇവിടെ ഡെസ്കിൽ വന്നാൽ ഈ ഡിക്ഷണറി നോക്കുമല്ലോ, നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഒരു വാക്ക് ഡിക്ഷണറി നോക്കും. അങ്ങനെ നോക്കി ഇതിൽ തർജ്ജമ ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവരെ ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഒരു വാല്യുവേഷൻ അപ്പം നടക്കുന്നില്ല. അപ്പോൾ വിക്ടർ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ അപ്പം തന്നെ, അലക്സ് അച്ഛൻ്റെ വേറൊരു ഇൻ്റർവ്യൂ രണ്ടാമത്, അതേ ദിവസം. അങ്ങനെ ആയിരുന്നു ഒരു പ്രത്യേക രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ സെലക്ട് ചെയ്യപ്പെട്ടു.
അപ്പോൾ ഞാൻ ദീപികയിൽ ചേരാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് ദീപിക തന്നെ വലിയൊരു എൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറത്തായിരുന്നു. എൻ്റെ വിചാരം ഈ നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒന്നാണ് ഈ മാധ്യമരംഗം എന്നുള്ളത്. പക്ഷേ ദീപിക കിട്ടിയപ്പോൾ ഞാനപ്പം വിക്ടറച്ചനെ കാണാൻ പോയി. അപ്പോൾ വിക്ടറച്ചൻ പറഞ്ഞു, അത് അച്ഛൻ വളരെ സ്നേഹത്തോട് പോയടാ, ഒരു കാര്യമുണ്ട്, നീ ഒരു ബോണ്ട് വെക്കേണ്ടി വരും 2 വർഷത്തേക്ക്. ഞാൻ ചോദിച്ചു എന്താ വെച്ചാൽ അത്? അപ്പോൾ ഞാൻ 2 വർഷം ഇവിടെ തുടരും എന്നുള്ളൊരു ബോണ്ട് വെക്കണം. ഞാൻ പറഞ്ഞു അച്ഛാ അതൊരു ശരിയായ കാര്യമല്ലല്ലോ. അന്നെനിക്ക് ഒരു ധൈര്യത്തിലങ്ങ് പറഞ്ഞാൽ, കാരണം എനിക്ക് തോന്നിയതൊരു അന്യായമാണെന്ന്. എനിക്ക് ദീപിക കിട്ടിയത് വലിയ കാര്യമായിട്ടിരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ ഇവിടെ എടുക്കുന്നവരെല്ലാം ട്രെയിനിങ് കഴിയുന്നതുകൊണ്ട് മറ്റു പത്രങ്ങളിൽ പോവും, ഞങ്ങൾക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിനക്ക് എവിടെയാണ് പ്രവർത്തിക്കാൻ താല്പര്യം? റിപ്പോർട്ടിങ്ങാണോ ഡെസ്ക്കാണോ? ഞാൻ റിപ്പോർട്ടിങ്ങാണ്. എവിടെ ഇഷ്ടം? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തൊക്കെ വിടാം, നമ്മുടെ സെബാസ്റ്റ്യൻ്റെ കൂടെ വിടാം. ഞാൻ പക്ഷേ അത് സ്വീകരിച്ചില്ല. എന്തോ എനിക്കറിഞ്ഞുകൂടാ എന്താണെന്ന്, എനിക്കങ്ങനെ തോന്നി. പിന്നെ അന്നേരം തന്നെ മനോരമയിലും മാതൃഭൂമിയിലും പത്രപ്രവർത്തകരെ ക്ഷണിച്ചുകൊണ്ടുള്ള, ട്രെയിനീസിനെ ക്ഷണിച്ചുകൊണ്ടുള്ള, അപ്പോൾ ഞാൻ മാതൃഭൂമിയിൽ എഴുതി, മനോരമയിലും എഴുതി. മാതൃഭൂമിയിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് അവിടെ സെലക്ഷൻ ഞാൻ ജോയിൻ ചെയ്തപ്പോഴാണ് മനോരമയിലുള്ള ഇൻ്റർവ്യൂ വരുന്നത്. പിന്നെ ഞാൻ മാതൃഭൂമി തന്നെ അങ്ങ് ഓപ്റ്റ് ചെയ്തു, മനോരമയിൽ ഇൻ്റർവ്യൂവിന് പോയില്ല. അങ്ങനെയാണ് മാതൃഭൂമിയിൽ കൊച്ചിയിൽ ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത്. കൊച്ചിയിലൊരു 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രിവാൻഡ്രം എഡിഷൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. അപ്പം എന്നെയൊക്കെ ഞങ്ങളടങ്ങ് TV കൊടുക്കുക, ഞാൻ പറഞ്ഞ പോലെ വേണുവേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നു. ട്രിവാൻഡ്രത്താണ് എൻ്റെ ശരിക്കുള്ള ഒരു പത്രപ്രവർത്തനം ആരംഭിക്കുന്നത്. അതേസമയം എനിക്കൊരു എൻ്റെ മനസ്സിലുള്ളൊരു നല്ല സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഞാൻ കൊച്ചിയിലുള്ളപ്പോഴേ ജൂൺ മാസം ഈ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് അതൊരു പതിവാണല്ലോ, പിന്നെ ഇന്ന് സ്കൂൾ തുറക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ളേ, അങ്ങനെ ഒരു മനോഹരമായൊരു വിഷയം എനിക്ക് കിട്ടി. അപ്പോൾ അത് ഞാനൊരു സ്റ്റോറി ചെയ്തത്. അപ്പോൾ അന്ന് VPR ആണ് എഡിറ്റർ, VP രാമേന്ദ്രൻ. ശരിക്കും പറഞ്ഞാൽ മാതൃഭൂമിയിലെ ആദ്യത്തെ പ്രൊഫഷണൽ എഡിറ്റർ എന്ന് പറയാവുന്ന ഒരാളാണ് അദ്ദേഹം. എനിക്കൊരു വളരെ അത് നല്ല സ്റ്റോറിയായെന്ന് പറഞ്ഞൊരു അഭിനന്ദന കത്തൊക്കെ അയച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ പേരിൽ ആദ്യമായിട്ട് ബൈലൈൻ വന്ന സ്റ്റോറിയൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ മാതൃഭൂമിയിൽ വന്നു. അപ്പം കോഴിക്കോട് നിന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പും തിരുവനന്തപുരത്തേക്ക് വന്നു. അപ്പം പത്രവും കൂടെ തുടങ്ങുന്നു, അല്ല ഇവിടുത്തെ പ്രവർത്തനം ആരംഭിച്ചു. പത്രവും ആഴ്ചപ്പതിപ്പും തുടങ്ങുന്നു. അപ്പോൾ എന്നെ പെട്ടെന്ന് ആഴ്ചപ്പതിപ്പിൻ്റെ സബ് എഡിറ്ററായിട്ട് മാറ്റി. NV കൃഷ്ണവാര്യരാണ് ചീഫ് എഡിറ്റർ. NV കൃഷ്ണവാര്യർ കുറച്ചു കാലമേ ഉണ്ടായുള്ളൂ. അദ്ദേഹം തിരുവനന്തപുരത്ത് തുടരാൻ എന്തോ താല്പര്യമില്ലായിരുന്നു. എന്തായാലും അദ്ദേഹം കുറച്ചു കാലമേ ഉണ്ടായുള്ളൂ. പക്ഷെ എന്നാലും 2-3 മാസം അദ്ദേഹത്തിൻ്റെ കീഴിൽ സബ് എഡിറ്ററായിട്ട് അതൊരു വലിയ അനുഭവമായിരുന്നു. ഒരു കോപ്പിയൊക്കെ എങ്ങനെയാണ് സബ് ചെയ്യുന്നത്, അതൊക്കെ അദ്ദേഹം ഒരു കോപ്പിയൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് എന്താ പറയുക അതിമനോഹരമാക്കി മാറ്റുന്നത്. കവിതയിലൊക്കെ ചെറിയ ഒരു തിരുത്തുകൾ, ഒരു വാക്കൊന്ന് വെട്ടിച്ചുരുക്കുന്നത്, അപ്പോൾ ആ കവിതയുടെ ഭംഗിയും ഒക്കെ മാറുന്നത്, അതൊക്കെ ഞാനിങ്ങനെ അതൊരു മാന്ത്രിക വിദ്യയായിരുന്നു. മാന്ത്രിക വിദ്യ കാണുന്നത് പോലെ ഞാൻ അടുത്തു നിന്ന് കണ്ടിട്ടുണ്ട്. 2 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹം അങ്ങ് പോയി. പിന്നീട് VR ഗോവിന്ദനുണ്ണിയായിരുന്നു വീക്കിലയുടെ ചുമതല. എന്നാൽ പിന്നെ അന്നത്തെ ഏറ്റവും വലിയൊരു അനുഭവം നമ്പൂതിരിയുടെയും ASൻ്റെയും കൂടെ ഇരിക്കുക എന്നുള്ളത്. നമ്പൂതിരി വരയ്ക്കുന്നതും AS വരയ്ക്കുന്ന അവർ അപ്പുറത്തും ഇപ്പുറത്തും ഡെസ്കിലിരുന്നാണ് വര. അപ്പം ഞങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ ഇവരുടെ വരകൾ അപ്പം ഇവർ രണ്ടുപേരും നമ്മളെ കാണിക്കും. അവർ സ്വയം അത് ആസ്വദിക്കുന്നു, നമ്മളെ കാണിക്കുന്നു. ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ആഴ്ചപ്പതിപ്പ്. പക്ഷേ അതിനുശേഷം ഞാൻ പെട്ടെന്ന് കോട്ടയത്തേക്ക് കുറച്ച് കാലത്തേക്ക് പോയി. അവിടുന്ന് കോട്ടയത്തു നിന്ന് തന്നെ കാസർഗോഡിന് ട്രാൻസ്ഫർ ചെയ്തു. അതൊക്കെ ഒരു ചെറിയ യൂണിയൻ പ്രവർത്തനമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരുന്നു. അതൊന്നും നമ്മളിപ്പോൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ അവിടെ ഒരു 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ വീണ്ടും കൊച്ചിക്ക് വന്നു. അങ്ങനെയാണ് അവിടുന്നൊക്കെയാണ് ഈ തിരുവനന്തപുരം, കൊച്ചി, ഇവിടുന്നൊക്കെയാണ് എൻ്റെ ഒരു പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ശരിയായ അധ്യായങ്ങൾ ആരംഭിക്കുന്നത്. ഞാൻ മാതൃഭൂമിയിലെ 32 വർഷത്തോളം ജോലി ചെയ്തതിലേ ഏറ്റവും കൂടുതൽ ബ്യൂറോയിലായിരുന്നു. ഇടക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു തവണ
ഡൽഹിയിൽ നിന്നുള്ള ഒരു ഇത് കഴിഞ്ഞിട്ട് കൊച്ചി വന്നു. അപ്പോൾ കുറച്ചു കാലം ഡെസ്കിലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീണ്ടും തൃശ്ശൂരൊക്കെ പോകുന്നു. അവിടെ എല്ലാം റിപ്പോർട്ടിങ്ങിലായിരുന്നു. അപ്പോൾ ഈ കൊച്ചിയിൽ ജോലി ചെയ്യുമ്പോഴാണ് രണ്ടാം തവണ, അതായത് ഞാൻ ട്രെയിനായിട്ട് ചേർന്നു, തിരുവനന്തപുരത്തേക്ക് വന്നു, വീണ്ടും കൊച്ചിയിൽ ചെന്നൊരു സമയമുണ്ട്. അതായത് തിരുവനന്തപുരം, കോട്ടയം, കാസർഗോഡ്, കൊച്ചി. ഞാൻ ഒത്തിരി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ആളാണ്. മാതൃഭൂമിയിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ വാങ്ങിച്ച ഒരാളാണ്. 15 ട്രാൻസ്ഫർ മറ്റോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ രണ്ടാം തവണ കൊച്ചിയിലെത്തുമ്പോഴാണ് ഈ വിവാദമായി പഞ്ചാബ് മോഡൽ പ്രസംഗം ബാലകൃഷ്ണപിള്ളയുടെ രാജിയൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ വളരെ തുടക്കകാലം ഒരു വളരെ ജൂനിയറായ റിപ്പോർട്ടറായിരിക്കുന്ന സമയത്ത് അന്ന് കേരള കോൺഗ്രസ് മാണിയും ജോസഫും പിള്ളയെല്ലാം കൂടെ ലയിച്ചൊരു വലിയ ലയന സമ്മേളനം, ഒരു മഹാസമ്മേളനം ഇവിടെ എറണാകുളത്ത് രാജേന്ദ്ര മൈതാനത്ത് എടുത്തതാണ്. 1985 മെയ് 25 തോന്നും, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ബാലകൃഷ്ണപിള്ള നടത്തിയൊരു പ്രസംഗം, അതിൻ്റെ ഉദ്ഘാടന പ്രസംഗം മാണിയായിരുന്നു, കെ മാണി സാറാണ്. മാണി സാർ തന്നെ ഒരു പ്രസംഗം ഒരു കേരളത്തിന് അർഹമായ ഒരു സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല, ഒരു കേന്ദ്രവിരുദ്ധ അന്തരീക്ഷം മാണി സാർ സെറ്റ് ചെയ്തിരുന്നു. അത് മനഃപൂർവ്വം വേണമെന്ന് തോന്നുന്നില്ല. പക്ഷേ കേരള കോൺഗ്രസ് എപ്പോഴും ഒരു സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ എന്നുള്ള ഒരു ഇതാണല്ലോ അവർ എപ്പോഴും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം അദ്ദേഹം സെറ്റ് ചെയ്തു. PJ ജോസഫ് പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാലകൃഷ്ണപിള്ള പ്രസംഗിക്കുന്നത്. ബാലകൃഷ്ണപിള്ള അങ്ങനെ അങ്ങ് കത്തിക്കയറി. അതായത് നമുക്ക് ഇങ്ങനെ ഭരണത്തിലിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഭരണം വിട്ടാണെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങാൻ തയ്യാറാണ്. കരുണാകരൻ കേന്ദ്രത്തിൽ ചെന്ന് കഴിയുമ്പം കവാത്ത് മറക്കും, ഇവിടുന്ന് ഓരോന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ചെന്നത് മറക്കും, ഒന്നും കിട്ടുന്നില്ല, പിന്നെ ഈ രീതിയിൽ പോകാൻ പറ്റത്തില്ല. നോക്ക് പഞ്ചാബിലെ കാര്യങ്ങൾ നോക്ക്. പഞ്ചാബിൽ അവിടെ രാജ്യത്തിനെതിരായിട്ട് തന്നെ പഞ്ചാബ് തീവ്രവാദികളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവിടെയാണ് വികസനം വരുന്നത്. നമുക്ക് കിട്ടിയ കോച്ച് ഫാക്ടറി ഇപ്പോൾ എവിടെയാണ്? പഞ്ചാബിന് കൊടുത്തു. ആ സമയത്താണ് പഞ്ചാബിലേക്ക് അത് മാറ്റിക്കൊണ്ടുപോയത്, നമ്മൾ കഞ്ചിക്കോട് തുടങ്ങാനിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയാലേ നമുക്കെന്തെങ്കിലും അർഹമായ വിഹിതം കിട്ടുകയുള്ളെങ്കിൽ ഞങ്ങളതിനും തയ്യാറാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ അന്ന് ഞങ്ങൾ വളരെ ആലോചിച്ചിട്ടൊക്കെയാണ് ആ വാർത്ത കൊടുത്തത്. വേറെ ആരും റിപ്പോർട്ട് ചെയ്തില്ല. ദേശാഭിമാനിയിൽ അവസാനത്തെ ഒരു വരിയായിട്ട് ഇത് വന്നു, മറ്റു പത്രങ്ങളാരും റിപ്പോർട്ട് ചെയ്തില്ല. ആ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അതൊരു പഞ്ചാബ് മോഡൽ പ്രസംഗമെന്ന് അതിനൊരു പേര് വിടും. സത്യത്തിൽ എൻ്റെ റിപ്പോർട്ടിലോ അദ്ദേഹം പ്രസംഗിച്ചോ പഞ്ചാബ് മോഡലില്ല. പഞ്ചാബിലെ പോലെ പ്രക്ഷോഭം നടത്തിയാലേ നമുക്ക് വേണ്ടി വന്നാൽ നമ്മൾ ആവാം. അതങ്ങ് പഞ്ചാബ് മോഡലായി, അതിനൊരു പേര് വീണു. പിന്നെ ബാലകൃഷ്ണപിള്ള നിഷേധിച്ചത് ഞാൻ പഞ്ചാബ് മോഡൽ എന്ന് പറഞ്ഞിട്ടില്ലെന്ന്. അത് ശരിയാ, പുള്ളി പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് മാതൃഭൂമിയിൽ മാത്രമേ വന്നുള്ളൂ. അതെങ്ങനെയാണ് എന്നൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അന്ന് മനോരമയുടെ PS ജോണാണ് ചീഫ് അവിടെ എറണാകുളത്തെ. ജോണേട്ടൻ്റെ നേതൃത്വത്തിൽ അത് റിപ്പോർട്ട് ചെയ്ത എല്ലാവരും, നമ്മുടെ അംബാസഡറായ രാജമണിയില്ലേ നെതർലാൻഡ്സിലൊക്കെ പോയി, അദ്ദേഹമൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങളൊരു സംയുക്ത പ്രസ്താവനയൊക്കെ ഇറക്കി ഇങ്ങനെ പ്രസംഗിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ മാധ്യമങ്ങൾക്കെതിരായിട്ട് പറഞ്ഞപ്പോൾ അന്ന് മലപ്പുറം മൂസ, അന്ന് KWയുടെ പ്രസിഡൻ്റാണെന്ന് തോന്നുന്നത്, അദ്ദേഹം പ്രസ്താവന ഇറക്കി. അപ്പോൾ കോൺഗ്രസ് നേതൃയോഗം ചേർന്നിട്ട് ഇദ്ദേഹം ഒഴിയണം, അല്ലെങ്കിൽ ഒന്നുകിൽ മാപ്പിടണം അല്ലെങ്കിൽ ഒഴിയണം എന്നുള്ളൊരു നിലപാടെടുത്തു. അതിനുമുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാർത്തികേയൻ ആണ് ആദ്യമായിട്ട് ഇതൊരു വലിയ ഇഷ്യൂ ആക്കുന്നത്. ഇത്തരത്തിൽ പ്രസംഗം നടത്തിയ ഒരാളിനെ ഭരണത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഒന്നുകിൽ മാപ്പ് പറയണോ അല്ലെങ്കിൽ ഒഴിയണോ, അതായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കേരള കോൺഗ്രസ് അതിന് തയ്യാറായില്ല. കേരള കോൺഗ്രസ് വളരെ അതിനകത്തൊരു നിലപാട് കടുപ്പിച്ച് നിന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. KC ചാണ്ടി എന്ന് പറയുന്നത് നമ്മുടെ പഴയ KM ചാണ്ടി, KPC പ്രസിഡൻറ്റും ഗവർണറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു കേസ് കൊടുത്തു. കേസിൽ ജസ്റ്റിസ് രാധാകൃഷ്ണ മേനോൻ പത്ര റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഇതിലൊരു കേസുണ്ട്, സ്വമേധ അദ്ദേഹം രാജിവെക്കത്തക്ക ഒരു കേസുണ്ട്. അദ്ദേഹം സ്വമേധയാ രാജിവെച്ച് പോകാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി ആർക്കും കോടതിയെ സമീപിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ആ അർത്ഥത്തിലൊരു പരാമർശം.
അവിടത്തേക്ക് കോൺഗ്രസ് അത് ഘടിപ്പിച്ചു. കരുണാകരൻ വളരെ കർശന നിലപാടെടുത്തു. അവസാനം പിന്നെ ഈ വിധി വന്ന ദിവസം നമ്മുടെ പഴയ ഗസ്റ്റ് ഹൗസിൽ, ഇപ്പോഴത്തെ ഗസ്റ്റ് ഹൗസല്ല, ഇപ്പോഴത്തെ റെസിഡൻസി, അവിടുത്തെ 1-ാം നമ്പർ മുറിയിൽ കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ വെച്ചാണ് ഇത് അറിയുന്നത്. പിന്നെ അവിടെ വെച്ച് തീരുമാനിച്ചു ഈ ഒരു വിധി വന്ന സാഹചര്യത്തിൽ രാജിവെക്കാം. അന്ന് പിന്നെ വളരെ വൈകാരികമായിട്ട് ബാലകൃഷ്ണപിള്ള ഇത് എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായ PT ചാക്കോ ഈ മുറിയിലിരുന്നു കൊണ്ടാണ് രാജിവെക്കാൻ തീരുമാനിച്ചത്, അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രാജിവെച്ചു. ആ ഒരു തുടക്കം അത് പിന്നീട് അഴിമതി നിരോധന കമ്മീഷൻ മുമ്പിൽ കേസായിട്ടൊക്കെ വന്നു. സംഭവിച്ചെന്താ വെച്ചാൽ ഇത് ഞാനേ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ കൂടെ അന്ന് റിപ്പോർട്ട് ചെയ്യാൻ വന്ന എല്ലാവരും എനിക്കനുകൂലമായിട്ടൊരു പ്രസ്താവനയൊക്കെ ഇറക്കി, ഒന്നിച്ചു നിന്നു. ഞങ്ങൾ ഈ പ്രസംഗം വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവുണ്ട് അവിടെ BTH-നടുത്ത് എറണാകുളത്ത്. അവിടെ ബാലകൃഷ്ണപിള്ള വന്നു. അപ്പം ജോണേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ കാണാൻ പോയി. എനിക്ക് അദ്ദേഹത്തെ അറിയത്തൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹമായിട്ട് ഒരു അടുത്ത് പിന്നെ ഇടപെടുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം ജോണേട്ടനുമായിട്ടൊക്കെ വലിയ അടുപ്പമുള്ള ആളുകൾ. അപ്പം ജോണേട്ടൻ ചോദിച്ചു, എടോ തനിക്ക് എന്ത് പറ്റിയിടോ എന്ന് ബാലകൃഷ്ണനോട് ചോദിച്ചു. അപ്പോൾ ബാലകൃഷ്ണനോട് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു, എടോ എൻ്റെ ഒരു എലോക്വൻസിൻ്റെ ഭാഗമായിട്ട് അങ്ങ് വന്നു പോയതാണോ. ഇപ്പോഴും ഞാൻ ആ വാചകം അതേപടി ഓർക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞോടോ പുതിയ പിള്ളേരാണല്ലോ, എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക പറഞ്ഞ് ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി. എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ പുള്ളി വളരെ മുഖമൊക്കെ അങ്ങ് കറുത്തു. പിന്നെ ഞങ്ങളെപ്പോഴും കാണും, എന്നോട് കാണുമ്പോൾ ഒരു ശത്രുതയൊന്നുമില്ല. പക്ഷേ എവിടെയൊക്കെ പ്രസംഗിക്കുമ്പോഴൊക്കെ എനിക്കെതിരായിട്ടൊക്കെ പ്രസംഗിക്കും. അന്നത്തെ പുള്ളിയുടെ ഒരു വാദം, പിന്നെ അദ്ദേഹം വൈദ്യുതി മന്ത്രി ആയിരിക്കുന്ന സമയത്ത് വീരേന്ദ്രകുമാറിൻ്റെ അന്ന് MD ആണ് ഞങ്ങളുടെ കൽപ്പറ്റയിൽ ഏതോ ഒരു തോട്ടത്തിനടുത്തൊരു ജലവൈദ്യുതി പദ്ധതിക്ക് ആലോചിച്ചു. അപ്പോൾ ആ പദ്ധതി വന്നാൽ അദ്ദേഹത്തിൻ്റെ കുറേ തോട്ടം വെള്ളത്തിൽ പോവും, അത് അരുതെന്ന് പറഞ്ഞ് അത് മാറ്റണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചില്ല. അതിൻ്റെ ദേഷ്യത്തിന് വീരേന്ദ്രകുമാർ എന്നെക്കൊണ്ട് MP വീരേന്ദ്രകുമാർ എന്നെക്കൊണ്ട് എഴുതിച്ചാണെന്നാണ് ആദ്യത്തേത്. അപ്പോൾ അങ്ങനൊന്നും അവിടെ ഒരു ഒരു പദ്ധതിയോ തോട്ടമോ ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പിന്നെ നമ്മുടെ ഞങ്ങളുടെ എഡിറ്ററായിരുന്ന MD നാലപ്പാട് അദ്ദേഹം നിർബന്ധിച്ച് എന്നെ കൊണ്ട് എഴുതിച്ചതാണ് എന്നാ പുള്ളി പറഞ്ഞിരുന്നത്. അതൊരു എൻ്റെ ഒരു പത്രപ്രവർത്തന തുടക്കത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. പിന്നെ എനിക്കുണ്ടായ ഒരു പ്രയോജനം എന്ന് പറയുന്നത്, ഞാൻ കൊച്ചിയിൽ 2-ാം തവണ ചെല്ലുമ്പോഴേ കൊച്ചിയും ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഹബ്ബാണ്. KPCC ആഫീസ് അവിടെ ഉണ്ട്, കേരള കോൺഗ്രസിൻ്റെ പല യോഗങ്ങളും അവിടെ നടക്കും, കോൺഗ്രസിൻ്റെ മിക്ക തീരുമാനങ്ങൾ അവിടെയാണ് ഉണ്ടാകുന്നത്. അന്ന് KPCC ആഫീസ് അവിടെ. അപ്പം അത് പൊളിറ്റിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്ന് P രാജനും NN സത്യവ്രതൻ വളരെ സീനിയേഴ്സായിട്ടുള്ള ഞങ്ങളുടെ ഗുരുതുല്യരായിട്ടുള്ള 2 പേരാണ്. ഞാൻ കൊച്ചിയിൽ ജോയിൻ ചെയ്യുന്നത് ശ്രീധരൻ നായരുടെ അടുത്ത്, ശ്രീ KK ശ്രീധരൻ നായർ. അദ്ദേഹം പിന്നീട് മാതൃഭൂമി എഡിറ്ററൊക്കെ ആയി, ദീർഘകാലം എഡിറ്ററായിരുന്നു. അദ്ദേഹം എഡിറ്ററായിരുന്നപ്പോഴാണ് മാതൃഭൂമിയുടെ സർക്കുലേഷൻ ഏറ്റവും മുകളിൽ പോയത്. ശ്രീധരൻ നായരായിരുന്നു ഞങ്ങളുടെ എഡിറ്റർ. അന്ന് പിന്നെ KP വിജയൻ, KK മധുസൂദനൻ, KS ജോസ്, N ബാലകൃഷ്ണൻ പിന്നെ തിരുവനന്തപുരത്ത് ബ്യൂറോ ചീഫായി, KS ജോസ് തിരുവനന്തപുരത്ത് ന്യൂസ് എഡിറ്ററൊക്കെ ആയി. അതായിരുന്നു അവിടുത്തെ ഒരു ടീം. പിന്നീട് ഞാൻ 2ാമത് ചെല്ലുമ്പോൾ ഈ പറഞ്ഞതുപോലെ രാജേട്ടൻ P രാജൻ എന്നേക്കാൾ മുമ്പേ തിരുവനന്തപുരത്തിന്, ഞാൻ ട്രെയിനിയായിട്ട് തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പിനെ ട്രിവാൻഡ്രത്തേക്ക് മാറ്റമായിരുന്നു. സത്യമായിട്ട് ഡെസ്കിലേക്കും പോയി. അപ്പോൾ അവിടെ ഒരു വലിയൊരു വാക്വം വന്നു, പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്. അപ്പോൾ എന്നോട് ചോദിച്ചു ചെയ്യാമോ എന്ന്. അപ്പം അന്ന് ഈ 84-ലെ പിന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നു. എൻ്റെ സ്ഥാനാർത്ഥി നിർണയം, KV തോമസിന് സീറ്റ് കൊടുത്തതുമായിട്ടുള്ള തർക്കം, സേവർ അറയ്ക്കലുമായിട്ടുള്ള തർക്കം, അതൊക്കെ എനിക്ക് പിന്നെ റിപ്പോർട്ട് ചെയ്യാനൊരു അവസരം കിട്ടി. അതെനിക്കൊരു വലിയൊരു പാഠമായിരുന്നു. പിന്നീട് ഞാൻ ഡൽഹിക്ക് പോയപ്പോഴും തിരുവനന്തപുരത്തേക്ക് വന്നപ്പോഴും എല്ലാം ഞാൻ ചെയ്തത് നമുക്കറിയാമല്ലോ, ഡൽഹിയിലൊക്കെ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ആണല്ലോ കൂടുതലായിട്ട്. പാർലമെൻറ്റും
നിയമസഭയൊക്കെ. അപ്പോൾ അത് റിപ്പോർട്ട് ഇങ്ങനെയുള്ളൊരു പരിശീലനം അവിടെ നിന്ന് കിട്ടി. അപ്പോൾ സത്യേട്ടൻ ഉള്ളതുകൊണ്ട് സത്യേട്ടൻ എപ്പോഴും നല്ലൊരു അധ്യാപകനുമാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ രായേട്ടൻ ഇവിടെ വന്നതിന് ശേഷം രായേട്ടൻ. അപ്പോൾ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ ഗ്രൂപ്പിൽ കുറേ പേരുണ്ട്. ടി എൻ ഗോപകുമാർ എൻ്റെ ജൂനിയറാണ്, ജ്യോതിർ ഘോഷ്, ജേക്കബ് ജോർജ്, അങ്ങനെയുള്ള ടീമിന് ഇവരൊരു ശശിമോഹൻ, ഇവരൊരു എന്താ പറയുക ഗുരുക്കന്മാരെ പോലായിരുന്നു. അപ്പം ഇവരുടെയൊക്കെ കീഴിൽ ഞാൻ ജേർണലിസം പഠിച്ചിട്ടൊന്നുമില്ല, നേരെ പിന്നെ മാതൃഭൂമിയിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ഇരുത്തി ക്ലാസ് എടുത്ത് പഠിപ്പിക്കുകയല്ല, ഓരോരോ കാര്യങ്ങൾ വരുന്ന ഉടനെ ആ ഓരോ സന്ദർഭത്തിൽ ഇതെങ്ങനെ വേണം, എന്താണ് ഇതിൻ്റെ കുഴപ്പം, ഇതിൻ്റെ മികവ് എവിടെയാണോ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ബൈലിയനൊക്കെ തരും. നമുക്കൊരു ആദ്യകാലത്തൊക്കെ ഒരു ബൈലിയൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമാണല്ലോ. ബൈലിയനൊക്കെ തരും, റിപ്പോർട്ടൊക്കെ നല്ലപോലെ ഡിസ്പ്ലേ ചെയ്യും. സത്യേട്ടനൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹമായിരുന്നു ന്യൂസിൻ്റെ കോർഡിനേഷൻ. അപ്പോൾ എല്ലാ എഡീഷൻസിലും അദ്ദേഹത്തിനൊരു സേ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഡിസ്പ്ലേ കിട്ടും. 4-ാം പേജിൽ ലേഖനങ്ങൾ, ധാരാളം പരമ്പരകൾ എഴുതിക്കും. അങ്ങനെ പിന്നെ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ ആദ്യകാലത്ത് ഞാൻ വീക്കിലിയിലായിരിക്കുമ്പോൾ തന്നെ കൾച്ചറൽ റിപ്പോർട്ടിങ്ങിൽ ഒരു ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നു. ഈ സൂര്യയൊക്കെ ഉള്ളതുകൊണ്ട് സൂര്യയുടെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമായിരുന്നു. അന്ന് ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുക ഏറ്റവും പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളാണ് അവിടെ വരുന്നത്. പിന്നെ അംജദ് അലി ഖാൻ്റെ സരോദൊക്കെ എനിക്കൊന്ന് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നത് കൃഷ്ണമൂർത്തിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്പോർട്ടിങ് ഞാൻ പതിവായിട്ടിരുന്നു. അതൊക്കെ അപ്പോൾ എനിക്കൊരു ആദ്യമായിട്ടൊരു അവാർഡ് കിട്ടുന്നത് പോലും സോണാൽ മാൻസിങ്ങിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിക്കാണ്, കേരള പ്രസ് അക്കാദമിയുടെ. സൂര്യ ഫെസ്റ്റിവൽ ഞാൻ പിന്നെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സമയത്താണ്. സോണാൽ മാൻസിംഗ് ഇവിടെ ഒഡീസി നടത്തുകയാണ്. യേശുദാസ്, പത്മ സുബ്രഹ്മണ്യം ഇവരൊക്കെയാണ് ആ തവണ വന്നത്. അതിൽ സോണാൽ മാൻസിംഗ്. അപ്പം കൃഷ്ണമൂർത്തിയുടെ വീട്ടിൽ വെച്ച് അവരൊരു ഇൻ്റർവ്യൂ ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഇവർ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് ഇവരുടെ ശരീരം മുഴുവനും ഒടിഞ്ഞതാണ്. നട്ടലിലും വാരിയെല്ലുകളും ഒക്കെ ഒടിഞ്ഞ് അവർക്ക് സഞ്ചരിക്കാൻ പോലും പറ്റില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർ ചികിത്സിച്ചു, അതെല്ലാം ഭേദമായി. എന്നിട്ട് അവർ കൂടുതൽ പ്രയത്നിച്ച് എന്താ പറയുക ഒരു അതിൻ്റെ കമ്മിറ്റ്മെൻ്റ്, ഒരു സമർപ്പണം, വീണ്ടും അവർ നൃത്ത വേദിയിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഇവിടുത്തെയൊക്കെ നല്ല പെർഫോമൻസൊക്കെ ആയിരുന്നു അത്. അപ്പോൾ ഈ പിന്നെ ശാസ്ത്രീയ സംഗീതം, നൃത്തം, റാന്നിക്കാരന് ഇതുവല്ലതും പഠിച്ചിട്ടോ കണ്ടിട്ടുണ്ടോ? അപ്പം നമ്മുടെ ലളിതാംബിക IAS ഉണ്ടല്ലോ, ലളിതാംബിക ചേച്ചിയുടെ ഒരു ബ്രദർ, ഒരു നടനുണ്ട്. ഈ വക വിഷയങ്ങളിൽ, ശാസ്ത്രീയ കലാരൂപങ്ങളിൽ അതിൻ്റെ കാര്യത്തിൽ അദ്വിതീയനാണ്. അത് ഏതും ഇപ്പോൾ സരോദ ആയിക്കോട്ടെ. സരോദ എനിക്കൊന്ന് അന്ന് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തൊരു കച്ചേരി നടക്കുന്നതെന്ന് അന്ന് കേട്ടിരുന്നത്. എല്ലാത്തിനെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല പിന്നെ ജ്ഞാനമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ അങ്ങ് പോയി ശിഷ്യപ്പെട്ടു. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന്, നല്ലൊരു റിപ്പോർട്ട് ചെയ്യണമെന്നൊരു നിർദ്ദേശം വന്ന് എന്നെ വിടുക. എനിക്കൊന്നും അറിയത്തില്ല, സത്യമാണ്. ഞാൻ അദ്ദേഹത്തിന് ശിഷ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കും, ഓരോന്നോരോന്ന് പറഞ്ഞു തരും. റിപ്പോർട്ടിങ് പരിപാടി കഴിയുന്ന ഉടനെ അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായൊരു വിശദമായൊരു ആസ്വാദനം പറയും. അത് പിന്നെ നമ്മുടെ റിപ്പോർട്ടിംഗ് ഭാഷയിലാക്കുക എന്നുള്ള ജോലി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ 1-2-3 വർഷം ചെയ്തു. പിന്നെ അവരുടെ ഫെസ്റ്റിവൽ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അവിടുന്ന് മാറിപ്പോയതിന് ശേഷം ചേട്ടൻ തന്നെ അത് മാതൃഭൂമിക്ക് വേണ്ടി എഴുതിയിരുന്നത് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സോണാൽ മാൻസിങ്ങിൻ്റെ അവതരണത്തെക്കുറിച്ചായിരുന്നില്ല എൻ്റെ സ്റ്റോറി. ഈ അപകടം സംഭവിച്ചതും അവരെങ്ങനെ അതിനെ നേരിട്ടു, പിന്നെ പരിക്കിൻ്റെയും ഒക്കെ വല്ലാത്ത അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചു വന്നതും വീണ്ടും അതേ ശക്തിയോടെ, അതേ ചാരുതയോടെ അവർ നടനവേദിയിലേക്ക് വന്ന കഥ എന്നോട് സുഗതകുമാരിയാണ് പറഞ്ഞത്. ഇങ്ങനൊരു വിഷയം, ഇങ്ങനൊരു കഥ ഇവരുടെ ജീവിതത്തിലുണ്ട്, നീ ഒന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയത്. അത് പിന്നെ വന്നപ്പോഴാണ് അന്ന് ഈ കേരള പ്രസ് അക്കാദമിയുടെ ഒരു പിന്നെ അവാർഡ്. അപ്പോൾ അതിന് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനല്ല അയച്ചത്. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഗൃഹലക്ഷ്മിയുടെ ചുമതലയാണ് PB ലൽക്കാറാണ് അത് അയച്ചത്.
അതിനെനിക്ക് അവാർഡൊക്കെ കിട്ടി. അത് വലിയ സന്തോഷമായിരുന്നു അന്ന്. അത് അതിനുശേഷം നെക്സ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ പോയി അന്ന് മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് പിന്നെ സുനന്ദ മാൻസിനെ കണ്ടപ്പോൾ ഇത് പറയുകയൊക്കെ ചെയ്തു. അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അവരെക്കുറിച്ച് എഴുതി അവാർഡ് നേടിയെന്നൊക്കെ ഉള്ളത്. റിപ്പോർട്ടിങ്ങിൽ പ്രവർത്തിക്കുമ്പോഴാണോ നമ്മൾ കൂടുതൽ ബന്ധങ്ങളുണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീക്കിലിയിലെ ഒരു വർഷത്തെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒത്തിരി സാഹിത്യകാരന്മാരുമായിട്ട് ബന്ധപ്പെടാൻ മാതൃമി ആഴ്ചപ്പതിപ്പല്ലേ. അപ്പോൾ അന്നൊക്കെ മാതൃമി ആഴ്ചപ്പതിപ്പിൽ ഒരു കഥ വരിക, കവിത വരിക എന്ന് പറഞ്ഞാൽ അന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം NV ഇല്ലെങ്കിലും ഗോവിന്ദനുണ്ണിയാണത് അന്നത് നേതൃത്വം കൊടുത്തിരുന്നത്. അവിടെ ഇരുന്നു സകലകായ മലയാളത്തിലെ ഒട്ടുമിക്ക സാഹിത്യകാരന്മാരുമായിട്ട് VK അടക്കമുള്ളവരുമായിട്ട് VK നമുക്കൊരു പേഴ്സണൽ ബന്ധം പോലും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു കാർഡിൽ കത്തയക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആ ഒരു ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കൂടുതലായിട്ടും പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ആയിരുന്നു. ഇടയ്ക്ക് ഞാൻ ഡൽഹിക്ക് പോയി. ഡൽഹിയിലൊരു ആദ്യം ഒരു 5 വർഷം ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു എപ്പോഴും പൊളിറ്റിക്സും പാർലമെൻറ്റും ഒക്കെ ആയിരുന്നു. അപ്പം കേരളത്തിലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അന്ന് പിന്നെ ഇപ്പോൾ ഉള്ള അല്ല ഈ കഴിഞ്ഞ തലമുറയിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് നല്ല സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ EMS അത്രയ്ക്ക് അടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് EMS കുറേ കാലം ഡൽഹിയായിരുന്നു. ഡൽഹിയിൽ വെച്ച് ഞാൻ ഡൽഹി ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെയുണ്ട്. അവിടെ വെച്ച് നമ്മൾ പോവുകയും കാണുകയും ചെയ്യും. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ഒരു സ്വാതന്ത്ര്യം കിട്ടും. പക്ഷേ ഇവിടെ അദ്ദേഹത്തെ അങ്ങനെ നായനാരുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധം. നയനാർ എന്നെ ഒരു കേരള കോൺഗ്രസ്സുകാരനായിട്ടാണ് കരുതിയിരുന്നത്. അപ്പോൾ എൻ്റെ പേരും ഞാൻ അപ്പം നമ്മൾ ചോദിക്കുമല്ലോ നീ എവിടുന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ റാന്നിയ പത്തിട്ട് പുള്ളി എന്നെ ഒരു കേരള കോൺഗ്രസ്സുകാരനായിട്ടങ്ങ് തീരുമാനിച്ചു. എടോ കേരള കോൺഗ്രസ് എന്നാ എപ്പോൾ കണ്ടാലും വിളിക്കുക. ഞാനൊരിക്കൽ അന്നെൻ്റെ ഒരു ജുബ്ബ ഇട്ടുകൊണ്ട് ഞാൻ ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ പോയി. അന്ന് എങ്ങനെയോ ഇതിൻ്റെ ചെറിയൊരു മാലയും എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്താണ്. അപ്പോഴൊരു മാല കഴുത്ത് നീ റബ്ബറച്ചായനും കൂടെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്നേഹബന്ധം. പിന്നെ ഡൽഹിയിലൊക്കെ ചെല്ലുമ്പം വലിയ സ്നേഹമാണ്. നമ്മളവിടെ വേറെ ആരും ഇല്ലല്ലോ. ഡൽഹിയിലെ പത്രസമ്മേളനം ഇംഗ്ലീഷിലെ പത്രസമ്മേളനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാമല്ലോ. എല്ലാം കൂടെ ചെന്നൊരു എന്താ പറയുക ഒരു സ്നേഹബന്ധമായിരുന്നു. പിന്നീട് സത്യം പറഞ്ഞാൽ എനിക്ക് VS അത്ര വലിയൊരു അടുപ്പമുണ്ടായിരുന്നില്ല. VS പിന്നീടാണല്ലോ. അപ്പോഴത്തേക്കൊക്കെ അദ്ദേഹം അതെന്ത് സജീവമായെന്നല്ല, അദ്ദേഹം ഒരു വാർത്താ വിഷയമാകുമ്പോഴൊന്നും ഞാനിവിടെ ഇല്ല. അതേപോലെ എനിക്ക് അത്ര വലിയ ബാക്കിയെല്ലാ CPMലെ ചെറുകിട നേതാക്കളുമായിട്ട്, ചെറുകിട മീൻസ് യുവ നേതാക്കളുമായിട്ടും മുകളിലോട്ടുള്ള എല്ലാ നേതാക്കളുമായിട്ടും നല്ല ബന്ധം. കോൺഗ്രസ്സുള്ള എല്ലാവരുമായിട്ടും ആൻ്റണി ഉമ്മൻചാണ്ടി, സുധീരൻ, ഉമ്മൻചാണ്ടിയുമായിട്ട് എനിക്കൊരു പേഴ്സണൽ ബന്ധമുണ്ടായിരുന്നു. പിന്നെ നമുക്കെന്തും ചോദിക്കാനും പറയും. എല്ലാം ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കത്തില്ല. അതൊരു നല്ല സൗഹൃദ ബന്ധം മാത്രമായിരുന്നു. ഞാനത് ഉപയോഗിക്കുകയോ ദുരുപയോഗപ്പെടുത്തുകയോ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. ഒരു പിന്നെ മുരൻ അത്ഭുതപ്പെടും. എന്നെ ഒരു ഗവൺമെൻറ് കമ്മിറ്റിയിൽ ആദ്യം ഒരാൾ വെക്കുന്നത് TK രാമകൃഷ്ണനാണ്. ഒരു സേനയെ വിളിച്ചിട്ട് വെച്ച് ഞാൻ റിപ്പോർട്ടിങ്ങിൽ തിരുവനന്തപുരം എടോ നമുക്ക് ഈ മ്യൂസിയവും പിന്നെ സൂ ഒക്കെ ഒന്ന് മെച്ചപ്പെടുത്തണമെന്നാണ്. അന്ന് ഒരു സമയം അദ്ദേഹത്തിന് അതിൻ്റെ കൂടെ ചുമതലയുണ്ടായിരുന്നു. എന്നാണ് അതിനൊരു കമ്മിറ്റി ഉണ്ട്, തനിക്കൊന്ന് ഇരിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സന്തോഷം ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ 2-3 മീറ്റിംഗ് കൂടി സൂ പിന്നെ മ്യൂസിയം ഒന്നും പ്രത്യേകമായിട്ടും നന്നായൊന്നുമില്ല. പക്ഷേ ആ കമ്മിറ്റിയിലിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് KC ജോസഫിനെ നമ്മുടെ അക്രഡിറ്റേഷൻ കമ്മിറ്റി ചോദിച്ചു. ഞാൻ എല്ലാവരും കമ്മിറ്റി പോലും വന്നിട്ടില്ല. ഒന്നിനും ഞാൻ പോയിട്ടില്ല. കാരണം ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ കിട്ടുമായിരിക്കും. അവിടെ ചോദിച്ചിട്ടുമില്ല, ഒന്നും തന്നിട്ടുമില്ല ആരും. നമ്മളങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം അതൊക്കെ ചില ബന്ധനങ്ങളാണ്. നമുക്ക് ഓരോരോ എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ അല്ലെ തരുന്നതൊക്കെ നമ്മൾ റിപ്പോർട്ടിങ്ങിലിരിക്കുമ്പോൾ ഞാൻ ഒന്നും പോയിട്ടില്ല. ഞാൻ നമ്മുടെ പൊളിറ്റിക്സ് ഒരിക്കലും എൻ്റെ റിപ്പോർട്ടിങ്ങിൽ കാണിച്ചിട്ടില്ല. അത് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമായിരുന്നു. ഞാൻ പിന്നെ മാതൃഭൂമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ VPR ആണ് പത്രാധിപർ. അദ്ദേഹം അന്ന് UNA ഡെപ്യൂട്ടി ജനറൽ മാനേജർ പദവിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ UNA രണ്ടാമൻ, UNA ഒന്നാമനാകേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കിയപ്പോഴാണ് അദ്ദേഹം ഇങ്ങ് മാതൃഭൂമിയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രൊഫഷണൽ എഡിറ്റർ പുള്ളിയാണ്.
ഞാനൊക്കെ മാതൃഭൂമി ചെല്ലുമ്പോൾ എഡിറ്റോറിയൽ പേജിൽ പിന്നെ പ്രാദേശിക വാർത്തയും കൂടെ വരുന്നൊരു സമയം, അതൊക്കെ അദ്ദേഹമാണ് മാറ്റിയത്. അതിന് കൃത്യമായിട്ട് ഇന്ന പേജിൽ ഇന്ന വാർത്ത വരണം, സ്പോർട്സ് പേ ഉണ്ടാക്കുന്നു, 4-ാം പേജിനൊക്കെ വളരെ കൂടുതൽ ആകർഷകമാക്കി ലേഔട്ടിൽ. അപ്പം അന്ന് വേണുക്കുറുപ്പൊക്കെ ആയി. അപ്പോൾ വേണുക്കുറുപ്പ് ലേഔട്ടിൻ്റെ ഒരു ആശാനാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ എഡിറ്റർഷിപ്പിലാണ് പത്രം കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയത്. അതിനൊരു പ്രൊഫഷണൽ ലുക്കൊക്കെ വന്നത്, മനോരമയോട് മത്സരിക്കാവുന്ന ഒരു നിലയിലേക്കൊക്കെ വന്നത് VPR എഡിറ്ററായിരുന്നപ്പോഴാണ്. അതിനുശേഷം മോനു നാലപ്പാട് വന്നു. മോനു നാലപ്പാട് കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള എഡിറ്റർ. എന്തും ശരിയാണെന്ന് തോന്നുന്നതാണെങ്കിൽ ഏത് വാർത്തയും കൊടുക്കാം. അന്നൊക്കെ ഞങ്ങൾ ധാരാളം വാർത്തകൾ, ചെറുപ്പക്കാരായ ലേഖന്മാർ ഇഷ്ടം പോലെ നല്ല വാർത്തകൾ. അന്ന് പിന്നെ മാതൃഭൂമിയുടെ സർക്കുലേഷൻ വലിയ തോതിൽ വർദ്ധിക്കുകയൊക്കെ ചെയ്തു. നല്ല ഒരു 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 അഗ്രസീവായിരിക്കണം, അതേസമയം അബ്യൂസീവ് ആവരുതെന്ന് പുള്ളിക്ക് നിർബന്ധമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തിയറി. പിന്നീട് അദ്ദേഹവും ഒഴിയുന്നു. അദ്ദേഹം എഡിറ്ററാകുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഡൽഹിക്ക് പോകുന്നത്. അദ്ദേഹമാണ് എന്നെ ഡൽഹിക്ക് വിടുന്നത്. ഞാൻ ഡൽഹിക്ക് ചെല്ലുമ്പം മാധവൻകുട്ടിയാണ് അവിടെ. അത് മാധവൻകുട്ടി ഒരു അവിടെ കൂടെ ഉള്ള ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, ഡൽഹിയിലെ ഒരു പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മാനങ്ങൾ കുറച്ചുകൂടെ വലുതാണ്. നമ്മൾ ഈ ചെറിയ കേരളത്തിലോ തിരുവനന്തപുരത്തോ ഇരിക്കുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു സ്പേസാണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുക, ഹിന്ദിയിലെയോ ഇംഗ്ലീഷിലെയോ ഒക്കെ മറ്റേത് റിപ്പോർട്ടർമാരെക്കാട്ടിലും വലിയ വലിപ്പമുള്ള തലപ്പൊക്കമുള്ള 2 ലേഖന്മാർ, ഒന്ന് മാധവൻകുട്ടി, ഒന്ന് TR ഷേണായും, മാതൃഭൂമിയിലും മനോരമയിലും. ഞങ്ങളൊക്കെ മാധവൻകുട്ടി ഉണ്ണിയേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിഭാസമായിരുന്നു. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് സ്വാധീനമില്ലാത്ത ഒരു മേഖലയുമില്ല. ഇപ്പം നാട്ടിൽ നിന്നും വരുന്നവർക്കൊക്കെ വലിയ സഹായിക്കുക. എത്രയോ പേർക്ക് ജോലി ഉള്ള ജേർണലിസ്റ്റുകളിൽ പലർക്കും അവിടെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ ഒത്തിരി പേർക്ക് ജോലി തരപ്പെടുത്തി കൊടുക്കുക, അവരെ സഹായിക്കുക. ഇവിടുത്തെ ചലച്ചിത്രകാരന്മാരുടെ അവിടുത്തെ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ നമ്മുടെ അരവിന്ദൻ്റെ, അടൂർ ഗോപാലകൃഷ്ണൻ്റെ, ഇവരുടെയൊക്കെ ഒരു സ്വന്തം പ്രതിനിധി ഡൽഹിയിലെ മാധവൻകുട്ടി. അങ്ങനെയാണ് അതിൻ്റെ. ഞാനവിടെ ഉള്ള ഒരു സമയത്താണ് ഈ പിന്നെ ശ്രീലങ്കയിൽ ജാഫ്നയിൽ IPKF-ൻ്റെ പിന്നെ IPKF പോകുന്നതും അവരുടെ ഓപ്പറേഷൻ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ പോകാനൊരവസരം കിട്ടി. ഈ ഇന്ത്യൻ ആർമി കൊണ്ടുപോകാം, പക്ഷേ എനിക്ക് പാസ്പോർട്ടില്ല. പാസ്പോർട്ട് വേണം, അവിടെ പാസ്പോർട്ട് ഇല്ലെങ്കിലും പോകാം, കാരണം ഇന്ത്യയുടെ കൈവശം. പക്ഷേ നമ്മുടെ കയ്യിലൊരു പാസ്പോർട്ട് വേണം, അതൊരു മസ്റ്റാണെന്ന് അവർ പറഞ്ഞു. ഞാൻ മാധവൻകുട്ടിയോട് പറഞ്ഞു ഇങ്ങനെ, പിന്നെ അദ്ദേഹം തന്നെയാണ് ഇതെനിക്ക് അറേഞ്ച് ചെയ്തത്. പക്ഷേ എനിക്ക് പാസ്പോർട്ടില്ല എന്ന് പറഞ്ഞു. അത് ശരി. അന്ന് നട്ടൂർ സിംഗ് പിന്നെ വിദേശകാര്യ സഹമന്ത്രിയാണ്. ഉടനെ പുള്ളി നട്ടൂർ സിംഗിനെ വിളിക്കുന്നു. അപ്പോൾ നട്ടൂർ സിംഗ് പറഞ്ഞു ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ മറ്റെല്ലാം പൂരിപ്പിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് വന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ് ഡിസയേഴ്സ് ടു ഇഷ്യൂ എ പാസ്പോർട്ട് ടു സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ടൊരു കത്ത്. എനിക്ക് അന്ന് വൈകിട്ട് തന്നെ കത്ത് കിട്ടും. ഞാൻ പിറ്റേ ദിവസം രാവിലെ പോകുന്നു. അതൊരു നല്ല അനുഭവമായിരുന്നു. ജാഫ്നയിൽ പിന്നെ ആർമി ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോയി. പിന്നെ അവരുടെ ഓപ്പറേഷൻസ് കണ്ടു, അവരെങ്ങനെയൊക്കെയാണ് അവിടെ നിൽക്കുന്നതെന്നുള്ളത് കണ്ടു. അതൊരു വലിയൊരു പിന്നെ അനുഭവമായിരുന്നു. അന്നീ അപ്പം ഞാൻ ഡൽഹി പോകുമ്പോൾ എല്ലാവരും എന്നെ പേടിപ്പിക്കുമായിരുന്നു. മാധവൻകുട്ടിയാണ് അവിടെ അനങ്ങാൻ സമ്മതിക്കുകയില്ല, ബൈലം കിട്ടുകയില്ല എന്നൊക്കെ. പക്ഷേ എന്നോട് വളരെ സ്നേഹവും സൗഹൃദത്തോടു കൂടി, എനിക്ക് നല്ല മറ്റുള്ളവരുടെ അനുഭവങ്ങൾ എനിക്കറിയത്തില്ല, പുള്ളി എനിക്കൊരു വലിയൊരു മെൻറ്ററായിരുന്നു. വാസ്തവത്തിൽ ഡൽഹിയിലെ ഒരു മെൻറ്ററായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം എഡിറ്ററായിട്ട് ഇങ്ങോട്ട് വന്നു. അവിടെ മാതൃഭൂമിയിലെ ചില പിന്നെ മാറ്റങ്ങളെ തുടർന്ന് എഡിറ്ററായിട്ട് വന്നു. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത, അതുപോലെ ഒത്തിരി പേർക്ക്, എനിക്ക് മാത്രമൊന്നുമല്ല, ധാരാളം പത്രപ്രവർത്തകർക്ക്, ജോലി തേടി വന്നവർക്ക്, ചിലരെയൊക്കെ അദ്ദേഹം വളരെ ഉയർന്ന നിലകളിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോടുള്ള ബന്ധങ്ങൾ അത്ഭുതാവകമായിരുന്നു. പിന്നെ ഷേണായി എന്ന് പറഞ്ഞാൽ
പിന്നെ ഇതുപോലുള്ള ആളാണെങ്കിലും ഏത് വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ ജ്ഞാനം വളരെ വിപുലമായിരുന്നു. ശാസ്ത്രീയ സംഗീതമായാലും ചെസ്സായാലും ക്രിക്കറ്റായാലും ഏതിനെക്കുറിച്ചും അദ്ദേഹത്തിനുള്ള അത് എപ്പോഴും നമ്മളെ പ്രസ് ക്ലബ്ബിലൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും. ഒരു സ്നേഹിതനായിരുന്നു അദ്ദേഹം. അപ്പം മാധവൻകുട്ടി നല്ല ബന്ധമായിരുന്നു. ഞാൻ ഡൽഹിയിൽ എത്തുമ്പോൾ അശോകൻ അന്ന് തിരുവനന്തപുരത്താണ്. നേരത്തെ ഡൽഹിയിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മാറി ആ ഒഴിവിലല്ല, ഗോപകുമാർ മാതൃമി വിട്ട ടി എൻ ഗോപകുമാർ മാതൃമി വിട്ട ഒഴിവിലാണ് ഞാൻ ഡൽഹിയിലേക്ക് വരുന്നത്. അന്ന് അശോകൻ പിന്നെ ട്രിവാൻഡ്രത്താണ്. പക്ഷേ എനിക്കൊരു എൻ്റെ മകനൊരു പെട്ടെന്നൊരു അസുഖമൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ വരാത്ത, അവിടെ തുടരാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോരേണ്ടി വന്നു. അപ്പം അവരെനിക്ക് തിരിച്ചു തന്നു. അപ്പോൾ അശോകൻ വീണ്ടും ഡൽഹിയിലേക്ക് വന്നു. പിന്നെ അദ്ദേഹം ഡൽഹിയിൽ തന്നെയാണ്. ഞാൻ രണ്ടാമത് വർഷമൊന്നും ഞാൻ ഓർക്കുന്നില്ല. രണ്ടാമത് ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ അശോകനാണ് ബ്യൂറോ ചീഫ്. അദ്ദേഹത്തിൻ്റെ കൂടാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അന്നും നമുക്ക് ഒത്തിരി പൊളിറ്റിക്കൽ സ്റ്റോറീസൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഞാൻ മാധവൻകുട്ടി ഉള്ളപ്പോൾ തന്നെ അവസരം തരുമായിരുന്നു. അശോകനുള്ളപ്പോഴും അശോകനും നല്ല ബ്യൂറോ ചീഫായിരുന്നു. നമുക്ക് എല്ലാ അവസരങ്ങളും തരികയും പിന്നെ വൈഫ് സുധച്ചേച്ചിയും നല്ല ഫാമിലി സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന, അന്ന് അദ്ദേഹത്തിന് അവർക്കവിടൊരു ചികിത്സാ കേന്ദ്രം ആയുർവേദ, അതിപ്പോൾ അവിടുത്തെ ഒരു പ്രധാന ചികിത്സാ കേന്ദ്രമായിട്ട് വളർന്നു. എനിക്കൊന്ന് ഇവിടെയാണ് തിരുവനന്തപുരത്താണ് അത് തുടങ്ങിയത്. പിന്നീട് അവർ ഡൽഹിയിലേക്ക് മാറിയപ്പോൾ അത് അവിടെ ആരംഭിച്ചു. നന്നായിട്ട് ഫ്ലറിഷ് ചെയ്തു. അശോകൻ പിന്നെ മറക്കാൻ പറ്റാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നത് ഡി വിജയമോഹനാണ്. അദ്ദേഹം ഈ കോവിഡ് കാലത്ത് എന്താ പറയുക, അകാലത്തിൽ വളരെ നല്ല സ്നേഹിതൻ. ഞാൻ ട്രിവാൻഡ്രത്ത് ട്രെയിനിയായിട്ട് വരുമ്പം എനിക്ക് മാതൃഭൂമിയിലുള്ളതുപോലുള്ളൊരു സ്നേഹബന്ധമായിരുന്നു ഡി വിജയമോഹനോട്ടുണ്ടായിരുന്നത്. വിജയമോഹൻ എന്നേക്കാൾ ഒരു 2-3 മാസം മുമ്പാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനും പിന്നാലെ അവിടെ ചേർന്ന് ഞങ്ങളൊരു കുടുംബം പോലായിരുന്നു. ഞാൻ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ചെന്നപ്പോൾ ഞങ്ങൾ അടുത്തടുത്താണ് താമസിച്ചത്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ജോർജ് വർഗീസ്, UNA-യുടെ ബ്യൂറോ ചീഫായിരുന്നു. അദ്ദേഹവും പെട്ടെന്ന് മരിച്ചു. അതുപോലെ ഒരു തോമസ് വാഴപ്പിള്ളയത്ത്, അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിലായിരുന്നു. മാതൃഭൂമിക്ക് വേണ്ടി എഴുതുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹവും അകാലത്തിൽ മരിച്ചു. പിന്നെ ഉണ്ടായിരുന്നത് VK ചെറിയാൻ, മാതൃഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ. ഗോപൻ ഓഫ് കോഴ്സ് അതേ ഇപ്പോഴും ഡൽഹിയിൽ തന്നെയുണ്ട്. അവിടെ ഒരു വലിയൊരു നല്ല സുഹൃത്ത് വലയം നമുക്കുണ്ടായിരുന്നു. പിന്നീട് പുതിയ തലമുറ വന്നു, അജിത്ത് വന്നു, രണ്ടാമത് ചെല്ലുമ്പോഴത്തേക്ക് ബസന്തുണ്ട്, നമ്മുടെ P. ബസന്ത്. അങ്ങനെ ഒരു നല്ല അപ്പം ഞാൻ ആദ്യം ചെല്ലുമ്പം വളരെ കുറച്ച് മലയാളം പത്രങ്ങളുടെ ലേഖന്മാരേ ഉള്ളൂ. മനോരമ, മാതൃഭൂമി, ദീപിക, മാധ്യമം, കൗമുദി. മറക്കാൻ വരാത്ത ഒരാളാണ് പിന്നെ നായർ സാറ് ഒരു വേറൊരു രീതിയാണ്. നായർ സാറിന് അവിടെ ആ ഒരു മൂലയ്ക്ക് അവിടെ ഇരിക്കും. അപ്പം ആളുകളിങ്ങനെ വരുന്നു പോകുന്നു. അപ്പം ഞങ്ങളുടെ ഒരു ഉച്ചയ്ക്കുള്ള ഒരു ഫിക്സഡ് ടൈം നമ്മളോട് എത്തിയിരിക്കും. അവിടെ ചെല്ലുന്നു, നായർ സാറുമായിട്ട് 2 വർത്താനൊക്കെ പെടുന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. പണ്ടാര റോഡിൽ അദ്ദേഹത്തിൻ്റെ വീട്, ഇടയ്ക്ക് ഞങ്ങളെ വീട്ടിലോട്ടൊക്കെ വിളിക്കും. അദ്ദേഹം എഴുതുന്ന സ്റ്റോറി പലർക്കും കൊടുക്കും. നാഷണൽ സ്റ്റോറീസാണല്ലോ, മറ്റു പലർക്കും കൂടെ കൊടുക്കും. അപ്പം അവർ ചെയ്യുന്ന നല്ല സ്റ്റോറികളൊക്കെ നായർ സാർ നോക്കി, പക്ഷേ അദ്ദേഹം നേരെ വിടത്തില്ല. എല്ലാം ഒന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ ഇവിടെ അതൊരു നല്ല രസകരമായൊരു സംഭവമായിരുന്നു. ഇതെല്ലാം ചെയ്യുന്നത് വളരെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്റ്റോറീസ് ആയതുകൊണ്ട് 4-5 പേരുണ്ടായിരുന്നു. അതൊരു ടീമായിരുന്നു അവിടെ. അവരെപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ ചെല്ലും. ഞങ്ങളെയൊക്കെ പിള്ളേർ സെറ്റാണ്. ഞാൻ വിജയമോഹന് അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നായർ സാർ ഒരു വേറൊരു കഥാപാത്രമായിരുന്നു. ഇനി 3 ത്രിമൂർത്തികളാണ് വാസുരാന്നുണ്ടായിരുന്നത്. നായർ സാറ് ഞങ്ങൾ രണ്ടാമത്തെ ഫസ്റ്റ് ഫ്ലോറിൽ, സെക്കൻഡ് ഫ്ലോറിൽ പിന്നെ മനോരമ, പിന്നെ ഷേണായി, അന്ന് കെ ഗോപാലകൃഷ്ണനുണ്ട്, പിന്നെ മാതൃഭൂമിയുടെ എഡിറ്ററായ ഗോപാലകൃഷ്ണനുണ്ട്, അതിന് മുകളിൽ നായർ സാർ. ഈ ത്രിമൂർത്തികൾ ഇവരുടെ കൂടെയൊക്കെ ഈ ജോലി ചെയ്യുക, അല്ലെങ്കിൽ സമയം ചെലവഴിക്കുക, ഇവരെല്ലാം നല്ലൊരു സഹായിക്കുമായിരുന്നു. അതാണ് ഇപ്പോൾ നായർ സാറിൻ്റെ അടുത്ത് പോയി എനിക്കെന്തായാലും ഒരു സ്റ്റോറിയൊക്കെ കൺഫേം ചെയ്യിക്കണമെങ്കിലൊക്കെ നായർ സാറിൻ്റെ അടുത്ത് പോയാൽ അപ്പോൾ തന്നെ നായർ സാർ അത് ചെയ്തു തരും. ഞാൻ
ചെല്ലുമ്പോഴേക്കും ഗോപകുമാർ ഒന്ന് ഇന്ത്യ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പത്രം തുടങ്ങി. അതിലേക്കാണ് പിന്നെ പോയത്. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്സ്മാനിൽ ചേർന്നു. ആ സ്റ്റേറ്റ്സ്മാനിൽ ചേർന്നിട്ട് അതിൻ്റെ കേരള റിപ്പോർട്ടറായിട്ട് ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ് ഏഷ്യാനെറ്റിൻ്റെയൊക്കെ തുടക്കത്തിൽ ശശികുമാറും പോൾ സക്കറിയ എല്ലാം കൂടെ ചേർന്ന് ഏഷ്യാനെറ്റിൻ്റെ അന്ന് ഓവൻ ഏഷ്യാനെറ്റിന് വേണ്ടി അപ്പം ഇതുമുണ്ട്, സ്റ്റേറ്റ്സ്മാനും ഉണ്ട്. ഇന്ത്യ പോസ്റ്റിലേക്കാണ് മാറിയത്. ഞാൻ VPRൻ്റെ കീഴിലാണ് മറുപടി ചേരുന്നത്. പക്ഷേ ഞാൻ ഡൽഹി ചെല്ലുമ്പോഴാണ് VPR ആരായിരുന്നു, ഏതൊരു വലിയ മനുഷ്യനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇവിടെ ഈ വടക്കഞ്ചേരിയിൽ നിന്ന് പിന്നെ SSLCയും ടൈപ്പ് റൈറ്റിങ്ങും കഴിഞ്ഞ് പോയതാണ്. പൂനെയിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഒരു ചെറിയ തസ്തികയിൽ ജോലിക്ക് പ്രവേശിച്ചു. ബന്ധുക്കളാരോ ഉണ്ട്, അവരുടെ കൂടെ നിന്ന് താമസിക്കുക. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ സൈക്കിളിൽ പോകുമ്പോഴേ മുൻപിൽ ഓടിച്ചു പോകുന്ന 2 സൈക്കിൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതായിട്ട് അദ്ദേഹം കാണുന്നു. ഇത് രണ്ടുപേരും അന്നത്തെ API എന്ന് പറയുന്ന ഏജൻസിയുടെ ബോംബെ മാനേജരും പൂനെയിലെ മാനേജരും, അവർ ഈ ബ്യൂറോ ചീഫ്മാരെ അവർ മാനേജർ എന്നാണ് പറയാം, ഈ 2 പേരാണ്. അപ്പോൾ ആഗാഖാൻ കൊട്ടാരത്തിൽ ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയുമുണ്ട്. അപ്പം പിന്നെ ഗാന്ധിജിക്ക് എന്തോ അസുഖമാണെന്ന് വന്നപ്പോൾ അപ്പം ബോംബെയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുക. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇവർ തമ്മിലറിയാതെ സൈക്കിള് കൂട്ടിയിട്ട് വീണു. അപ്പം അദ്ദേഹം VPR ഓടിച്ചെന്ന് സഹായിച്ചു. ചെറുപ്പക്കാരനാണ്, ഒരു പക്ഷേ പയ്യൻസായിരിക്കും. അപ്പം അവിടെ അവർ ചോദിച്ചു എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെയാണ്, ഇവിടെ ഡിഫൻസിലാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ ഈ APIയിലാണ്, അങ്ങോട്ടിറങ്ങാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വാർത്തയുടെ ഒരു ബ്യൂറോയുടെ ഒക്കെ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ ഒരു വലിയൊരു ആകർഷകത തോന്നി. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ബോംബെയിലെ പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് 6 മാസത്തേക്ക് പൂനെയിലേക്ക് മാറ്റും. എന്തോ ഈ കാലാവസ്ഥയുടെ ഇതനുസരിച്ച് മാറ്റും. അപ്പം അങ്ങനെ ഇവിടെ വരുമ്പോൾ അപ്പം ഇവർക്ക് പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഏജൻസി കോപ്പികൾ ടൈപ്പ് ചെയ്ത് കോപ്പി എടുത്ത് കൊടുക്കണം. അതിനുവേണ്ടി തൽക്കാലത്തേക്ക് 6 മാസത്തേക്ക് ഇവിടെ നിൽക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറ്റേ ജോലി കളഞ്ഞിട്ട് ഇവിടെ കൂടി. ഈ പിന്നെ ടെലിപ്രിൻ്ററിൽ വരുന്ന സാധനങ്ങളുടെ കോപ്പി എടുത്ത് ഓരോരുത്തർക്ക് എത്തിക്കുക, ചിലതൊക്കെ അടിച്ചു കൊടുക്കണം. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ചെറിയ ഒരു ന്യൂസ് ബ്യൂറോയുടെ ഒരു ഭാഗമായിട്ട് മാറുന്നു. പിന്നെ ഇവിടെ നിന്ന് അദ്ദേഹം അവരുടെ ടെലിപ്രിൻ്റർ ഓപ്പറേറ്ററായിട്ട് പിന്നെ അദ്ദേഹത്തെ സെലക്ട് ചെയ്തു, VPRനെ. അവിടുന്ന് ബോംബെക്ക് പോയി. ബോംബെയിൽ നിന്ന് ഗുവാഹത്തിക്ക് പോയി. ഗുവാഹത്തിക്ക് പോയപ്പോഴാണ് അദ്ദേഹം അവിടെ ഒരു ടെലിപ്രിൻ്റർ ഓപ്പറേറ്റർ ആണെങ്കിലും ഒരു റിപ്പോർട്ടർ ജോലിയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അവിടുന്ന് അദ്ദേഹം ഡൽഹിയിലേക്കൊക്കെ വരുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജ് റിപ്പോർട്ടറായിട്ട്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വളർച്ചയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റിലെ അംഗമായിരുന്നെന്നാണ് പറയുന്നത്. അതുപോലെ വളരെ സ്വാധീനം അദ്ദേഹത്തിനെന്ന്. ഇത് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയാൻ കാര്യം, പ്രസ് അക്കാദമിക്ക് വേണ്ടി ഷൈനി ജേക്കബ് ബെഞ്ചമിനും ഞാനും കൂടെ അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്തായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ അനുഭവങ്ങളാണ് എനിക്ക് ഓർമ്മയിൽ നിന്നാണ് ഞാനീ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിനൊരു പച്ച ഫിയറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ വേണേലും ഒരു ഇതും കൂടാതെ അദ്ദേഹത്തിന് അകത്തേക്ക് കടന്നില്ല. അന്ന് UN രംഗരാജൻ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറുണ്ട്. അദ്ദേഹം കാമരാജിൻ്റെ അടുത്താളാണ്. 1969 കോൺഗ്രസിൻ്റെ പിളർപ്പ് നടക്കുമ്പം രംഗരാജൻ ഈ സംഘടനാ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകളെല്ലാം എക്സ്ക്ലൂസീവായിട്ട് കിട്ടും. വളരെ അടുപ്പമാണ്. ഇന്ദിരാഗാന്ധിയുടെ ക്യാമ്പിൽ നിന്നുള്ള റിപ്പോർട്ടുകളെല്ലാം പിന്നെ VPRന് കിട്ടും. എപ്പോൾ വേണമെങ്കിലും ചെല്ലാവുന്ന അതുപോലുള്ള ബന്ധം. അപ്പോൾ ഈ UN ഈ കോൺഗ്രസ് സ്പ്ലിറ്റിൻ്റെ റിപ്പോർട്ടിങ്ങിന് അങ്ങ് വളരെ മുന്നോട്ട് പോയി. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ സംഭവിച്ചൊരു കഥ, ഈ അന്ന് എല്ലാ ദിവസവും ഈ സംഘടനാ വിഭാഗവും ഇന്ദിരാ വിഭാഗവും ഓരോ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കും. ഓരോ വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള കത്തുകൾ. അന്ന് പിന്നെ പാതിരാത്രിയിലെ പ്രണയലേഖനങ്ങളിൽ നിന്നാണ് ആ കത്തുകളെ വിളിച്ചിരുന്നത്. അപ്പം ഏറ്റവും അവസാനത്തെ ഒരു കത്ത് ഇന്ദിരാഗാന്ധി അയച്ചൊരു കത്ത് പിന്നെ VPRന് കിട്ടി. അത് വളരെ അതിൻ്റെ ഉള്ളടക്കം ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. പക്ഷേ അത് ആ കോൺഗ്രസ് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഇന്ദിരാഗാന്ധി എടുക്കാൻ പോകുന്ന ചില നടപടികളെക്കുറിച്ചുള്ള ചില വിവരങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞത് രാത്രി 1 മണി 2 മണി വരെ ഇരുന്ന് ഇത് മുഴുവൻ സ്റ്റോറിയാക്കി, വലിയ നീണ്ട കത്തായിരുന്നു, സ്റ്റോറിയായിട്ട് കൊടുത്തു. എല്ലാ പത്രങ്ങളും അത് പിന്നെ വലിയ തോതിൽ മെയിൻ സ്റ്റോറിയാക്കി ആഘോഷിച്ചു. പക്ഷേ അന്നൊരു ചെറിയ സംഭവം നടന്നു. ഇന്ദിരാഗാന്ധി കത്തെല്ലാം തയ്യാറാക്കി ഡെസ്പാച്ചിൽ ഏൽപ്പിച്ചതാണ്. പിന്നീട് ഒരു റീതിങ്കിങ്ങിൽ ഇതിന് പിൻവലിച്ചു.
അവിടേക്ക് എത്തിയില്ല. അപ്പോൾ രാവിലെ ARൻ്റെ ലേഖകൻ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സാർ അത് പോയിട്ടില്ല കേട്ടോ, അത് അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഡിനയൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ VPR എന്ത് ചെയ്തു, ബന്ധപ്പെട്ട ആളുകളെ, ഇന്ദിരാഗാന്ധി ആയിരിക്കണമെന്നില്ല, ഇന്ദിരാഗാന്ധി തൊട്ടടുത്ത ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിത് അങ്ങനെ ഡിനൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫുൾ ടെസ്റ്റ് ഞാൻ കാണിക്കും. അദ്ദേഹത്തിനെ കത്തിരിക്കുക. പിന്നെ അവരത് കൊടുത്തു. അങ്ങനെയൊക്കെയുള്ള വലിയ ബന്ധങ്ങളായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ വളരെ രസകരമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, പിന്നെ ബംഗ്ലാദേശ് വിമോചനത്തിൻ്റെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയും പത്രപ്രവർത്തകരുടെ ഒരു ടീമും പിന്നെ UN-ൻ്റെ എല്ലാ സെക്യൂരിറ്റി കൗൺസിൽ മെമ്പർ രാജ്യങ്ങളുടെ സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങളെ എല്ലാ രാജ്യങ്ങളിലും ഒരു പര്യടനം നടത്തുക, നമ്മുടെ ഇന്ത്യയുടെ കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പോൾ പത്രപ്രവർത്തകരുടെ കൂട്ടത്തിൽ VPR ഉണ്ട്. അപ്പോൾ അന്ന് കൊസിഗിനാണ് പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹം ഇവരുടെ ഡിപ്പാർച്ചറിൻ്റെ തൊട്ട് തലേന്ന് രാത്രിയിൽ ഒരു പിന്നെ ഡിന്നർ കൊടുത്തു കഴിഞ്ഞപ്പം ഇങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പം കൊസിൻ ചോദിച്ചു, നിങ്ങൾക്കും പാകിസ്ഥാനും തമ്മിൽ എന്താ പ്രശ്നം? ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഇൻറ്റേർണൽ ഇഷ്യൂ ആണല്ലോ, നിങ്ങളെ സംബന്ധിച്ചുള്ള അഭയാർത്ഥികളുടെ പ്രശ്നമേ ഉള്ളൂ, ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരാവുന്ന അഭയാർത്ഥികൾ, അല്ല നിങ്ങൾക്കെന്താ അവിടെ കാര്യം എന്ന് പറഞ്ഞു. ഇതൊരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം റഷ്യ നമ്മുടെ കൂടെ നിൽക്കുക, ബംഗ്ലാദേശിൻ്റെ മോചനത്തിന് ഇന്ത്യ പിന്നെ സൈന്യത്തെ വിടുകയാണെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് റഷ്യ നിൽക്കുമ്പോഴാണ് കൊസിഗിൻ ഇത് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു ഒരു നെഗേഷനായി നമ്മുടെ റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ്റെ നിലപാടിനൊക്കെ ഉള്ള ഒരു വിരുദ്ധമായൊരു ഇത് വന്നു. അപ്പം VPR മറ്റുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇത് നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യരുത്, റിപ്പോർട്ട് ചെയ്താൽ വലിയ അപകടമാണ്. എന്നിട്ട് അവരെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചിട്ട് അന്നത്തെ നമ്മുടെ വിദേശകാര്യ മന്ത്രി ആരാണെന്ന് എനിക്കറിയില്ല, വിദേശകാര്യ മന്ത്രിയെ വിദേശകാര്യ സെക്രട്ടറിയൊക്കെ അപ്പം തന്നെ വിവരം അറിയിച്ചു. അപ്പോഴാണ് കൊസിഗിനും അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലായി. കൊസിഗിൻ പിറ്റേന്ന് രാവിലെ തിരുത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റ് മീഡിയയ്ക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇൻഡോ ചീന യുദ്ധം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ സ്കൂപ്പ് നഷ്ടപ്പെട്ടത്. സ്കൂപ്പെന്ന് പറഞ്ഞാൽ വലിയ സ്കൂപ്പ്. ഇവിടെ തവാങ് എന്ന് പറയുന്നൊരു സ്ഥലം അത് വീണു, അതായത് ചൈനയുടെ പിടിയിലായി. അപ്പോൾ ഇത് അദ്ദേഹത്തിന് കിട്ടി, പിന്നെ വളരെ ടോപ്പായിട്ടുള്ള ആർമി ഓഫീസേഴ്സിൻ്റെ കൂട്ടത്തിൽ കയ്യിൽ നിന്ന് കിട്ടി. അപ്പോൾ ഇവർ ആർമി ഓഫീസേഴ്സിൻ്റെ കൂടാണ് പ്രധാനപ്പെട്ട ലേഖകൻ, UN-യുടെയും PT-യുടെയും പിന്നെ ലേഖകന്മാർ താമസിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ തവാങ് വീണു എന്നുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അദ്ദേഹം അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തു, PT പിന്നെ UN-യിലേക്ക് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ 2-3 ദിവസമായിട്ടും വരുന്നില്ല. അപ്പം എന്താണെന്ന് ഇദ്ദേഹത്തോട്ട് അറിയാനും പറ്റുന്നില്ല. എന്തുകൊണ്ടാണത് ആ സ്റ്റോറി ഫയൽ ചെയ്തു, പക്ഷേ അത് വെളിച്ചം കാണുന്നില്ല. അപ്പം അദ്ദേഹം എന്ത് ചോദിച്ചാൽ, റോയിട്ടേഴ്സിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ വന്ന മറ്റൊരു മിസ്റ്റർ നായർ ഉണ്ടായിരുന്നു. അപ്പം VPR ആ സ്റ്റോറി നായർക്ക് കൊടുത്തു. 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം നായരത് ഫയൽ ചെയ്തു. BBC-യുടെ സ്കൂപ്പായിട്ട് അത് വന്നു. അതൊരു വലിയൊരു സംഭവമായിരുന്നു ഈ യുദ്ധകാലത്തെ. അതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പിന്നെ പ്രധാനമന്ത്രി നെഹ്റു അത് പാർലമെൻറ്റിൽ അനൗൺസ് ചെയ്തിട്ട് നമ്മൾ കൊടുത്താൽ മതിയെന്ന് UN തീരുമാനിച്ചു. അതാണ് പറ്റിയത്. VPR പാകിസ്ഥാനിലും ജോലി ചെയ്തിട്ടുണ്ട്, PT-യുടെ പ്രതിനിധിയായിട്ട്. അന്ന് പട്ടാള നിയമം പ്രഖ്യാപിച്ചതൊക്കെ അദ്ദേഹം വളരെ ബുദ്ധിപൂർവം അന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള പുറത്തേക്കുള്ള എല്ലാ വാർത്താവിനിമയ ബന്ധങ്ങളും വിച്ഛേദിച്ചപ്പോഴും അദ്ദേഹം ആ വാർത്ത എത്തിച്ചു കൊടുത്തത് അതൊരു രസകരമായ കഥയാണ്. അപ്പോൾ പാകിസ്ഥാനിൽ പിന്നെ പത്രലേഖകർ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, അവിടുന്ന് പുറത്തേക്കുള്ള വാർത്തകളും അവർക്ക് വരുന്ന പുറത്തേക്കുള്ള വാർത്ത അയക്കുന്നതോ കമ്പി അയക്കുന്നതോ കേബിൾ അയക്കുന്നതോ എല്ലാം അവർ പരിശോധിക്കും. എന്നിട്ടേ അയക്കാൻ പറ്റൂ. നമുക്ക് വരുന്ന കത്തുകളെല്ലാം പരിശോധിക്കും. അങ്ങനെ വളരെ ഒരു നിരീക്ഷണത്തിൻ്റെ കീഴിലാണ് അവിടുത്തെ പത്രപ്രവർത്തകർ, പ്രത്യേകിച്ച് ഇന്ത്യ എന്നുള്ളവരൊക്കെ പ്രവർത്തിക്കുന്നത്. ആ സമയത്താണ് അയൂബ് ഖാൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ, അയൂബ് ഖാൻ പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഒരൊറ്റ സ്റ്റോറി മാത്രമേ ഉള്ളൂ. ഒറ്റ സ്റ്റോറി പോയി, പിന്നെ മാർഷ്യൽ ലോ ഡിക്ലെയർഡ് ഇൻ പാകിസ്ഥാൻ, ഇത്രയേ ഉള്ളൂ.
അതോടെ പുറത്തേക്കുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും അവരടച്ചു. ഒരു തരത്തിലും ഒരു വഴിക്കും കമ്പിയാകട്ടെ, കേബിളാകട്ടെ, ടെലഫോണാകട്ടെ ഒന്നും പുറത്തേക്കൊരു വിവരം കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരൊറ്റ വരി വാർത്ത എല്ലാവർക്കും കിട്ടി. അതൊരു ബോധപൂർവം ചെയ്തതാണ്. അപ്പം ഇദ്ദേഹം BPR എങ്ങനെയെങ്കിലും എത്തിക്കണമല്ലോ, ഒരു തരത്തിലും പറ്റുന്നില്ല. BPR അന്ന് പാകിസ്ഥാൻ ടുഡേ എന്നോ മറ്റോ പറഞ്ഞൊരു പത്രമുണ്ട്, പാകിസ്ഥാൻ ഡെയിലി എന്നെന്തോ പറഞ്ഞിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പത്രമാണ്. അപ്പം പിറ്റേ ദിവസം രാവിലെ ഈ പത്രം ഇറങ്ങുന്നു. ഇന്ന് രാത്രി സന്ധ്യയ്ക്കാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ അവിടെ ഇതെല്ലാം കൊടുക്കാം. പാകിസ്ഥാനിലെ പ്രസ്സിന് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം, പുറത്തേക്ക് ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ട് ഈ ഫസ്റ്റ് എഡീഷൻ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പം ഫസ്റ്റ് എഡീഷൻ നമുക്കറിയാം, 12:30 1 മണിക്കൊക്കെ പത്രം ഇറങ്ങുമല്ലോ. അപ്പോൾ എന്നിട്ട് അദ്ദേഹം സ്വന്തമായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തിരുന്നു. ഈ പത്രത്തിൽ ഇദ്ദേഹം എഡിറ്റ് ചെയ്തു. എന്നിട്ട് മാർജിനിൽ കൂടുതൽ ഡീറ്റെയിൽസ് എഴുതി ചേർത്തു. അദ്ദേഹത്തിന് കിട്ടിയ ഈ പത്രത്തിൽ ഇല്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന പുതിയ വിവരങ്ങൾ ഇതിൽ എഴുതി ചേർത്തു. എന്നിട്ട് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം രാവിലെ 7 മണിക്ക് അവിടുന്ന് കറാച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നുണ്ട് ഡൽഹിക്ക്. അപ്പോൾ അയാൾ BPR രാത്രി തന്നെ അദ്ദേഹത്തെ വിളിച്ചു, പൈലറ്റിനെ വിളിച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ട്, കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അയാൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു കവറിലാക്കി, ഇതല്ലേ, കവറിലാക്കി കൊടുത്തു. അദ്ദേഹം അത് വളരെ ഭദ്രമായിട്ട് ഡൽഹിയിൽ എത്തിച്ചു. അപ്പം അവിടെ ഇൻഫർമേഷൻ എന്നിട്ട് അദ്ദേഹം നമ്പർ കൊടുത്തു ഈ പൈലറ്റിന്. ചെന്ന ഉടനെ ഇന്ന ആളുകളെ വിളിക്കുക. അപ്പോൾ അദ്ദേഹം അവരെ വിളിച്ചു, അവർ വന്നു. എന്നിട്ട് BTയാണ് ലോകത്തെ മുഴുവൻ ഇതറിയിച്ചത്. അപ്പോൾ ഈ BPR UNA വിട്ട് മാതൃഭൂമിയിൽ ചേരുന്നു. അപ്പോൾ ഏജൻസിയിൽ നിന്ന് വരുന്ന ഒരാൾ എങ്ങനെ ഒരു പത്രത്തിൻ്റെ എഡിറ്ററാകും എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ വന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഡൽഹിയിലെ 3-4 പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പത്രങ്ങളിൽ പോയി നിന്ന് എങ്ങനെയാണ് അവിടുത്തെ ന്യൂസ് റൂം പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ബ്യൂറോ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പത്രം ഉണ്ടാക്കുന്നത്, ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ജേർണലിസം കോഴ്സുകളൊന്നുമില്ല. അദ്ദേഹം പക്ഷേ പുസ്തകങ്ങൾ വിദേശത്തു നിന്ന് വരുത്തി വായിക്കുമായിരുന്നു. പിന്നീട് ഞാനീ പറഞ്ഞതുപോലെ മറ്റ് പത്ര ഓഫീസുകളിൽ പോയി ഒരു ട്രെയിനിയെ പോലെ അവിടെ ആഴ്ചകളോളം പ്രവർത്തിച്ച് അതിൻ്റെ പരിശീലനത്തിൻ്റെയും അവിടെ നിന്ന് കിട്ടിയ പരിചയത്തിൻ്റെയും ബലത്തിലാണ് അദ്ദേഹം മാതൃഭൂമിയിൽ വന്നു. എഡിറ്ററായി മാതൃഭൂമി ഒരു പ്രൊഫഷണൽ പത്രമാക്കി മാറ്റി. എനിക്ക് കൊച്ചിയിലെ ആദ്യകാല മാതൃഭൂമി ജീവിതം ഓർക്കുമ്പോഴേ ഒരിക്കലും മറക്കാനാവാത്തുള്ള ഈ NN സത്യവ്രത, ഞങ്ങൾ സത്യേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് തന്നെ, ഞാനൊക്കെ ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഡെസ്ക് ഒരു വലിയ മേശയാണ്, ഒരു 10-25 പേർക്ക് ഇരിക്കാവുന്ന ഒരു മേശ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സൈഡിലിരുന്ന് എന്തോ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനിങ്ങനെ മുറുക്കി ഇങ്ങനെ മുണ്ടൊക്കെ ഇങ്ങനെ കയറ്റി കൊടുത്ത് ഒരാൾ കയറി വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം വല്ല വാർത്തയോ വല്ലതും തരാനോ വല്ലതും വന്നായിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ആധികാരികമായിട്ട് നോട്ടീസ് ബോർഡൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാരാ ഇങ്ങനെ ഒരാൾ. അപ്പം ഞാൻ വന്നിട്ടൊരു 1-2 ആഴ്ചയായി. അപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹം അന്ന് കേരളത്തിലെ പോലീസുകാരെക്കുറിച്ചൊരു പരമ്പര തയ്യാറാക്കാൻ പോയിരിക്കുകയായിരുന്നു. നമ്മുടെ പത്രങ്ങളിൽ ഈ പരമ്പരയുടെയൊക്കെ ഒരു തുടക്കമാണ്. ഇതാണ് ആദ്യത്തെ പരമ്പര എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പരമ്പരകൾ അതുപോലുള്ള സ്റ്റോറീസ് വരുന്നതിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ ഈ പോലീസുകാരുടെ കഷ്ടപ്പെട്ട ജീവിതങ്ങൾ, അവർക്ക് 8 മണിക്കൂറൊന്നോ അല്ലെങ്കിൽ 10 മണിക്കൂറൊന്നോ ഒരു ഡ്യൂട്ടി ടൈമില്ല, ചിലപ്പോൾ 1-2 ദിവസങ്ങൾ തുടർച്ചയായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ അവരുടെ കഷ്ടപ്പാടുകളും ജീവിത പ്രശ്നങ്ങളും എല്ലാം കൂടെ അതിൻ്റെ ഒരു അന്വേഷണത്തിനായിട്ട് അദ്ദേഹം കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ട് ഞാൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ആ പരമ്പര പ്രസിദ്ധീകരിച്ച് അതിനെ തുടർന്നാണ് കേരള പോലീസ് അസോസിയേഷൻ രൂപവൽക്കരിക്കുന്നതിന് ഗവൺമെൻറ് അനുവാദം കൊടുത്തു. അതിൻ്റെ കാരണം ആ പരമ്പരയായിരുന്നു, സത്യേട്ടൻ്റെ ആ പരമ്പരയായിരുന്നു. സത്യേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ പോലെ ജൂനിയറെന്നോ സീനിയറെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു വ്യത്യാസവുമില്ല. ഈ മലയാളത്തിലെ ചെറിയ വാചകങ്ങളിൽ വളരെ ലളിതമായ ഭാഷയിൽ എഴുതാൻ എനിക്കൊരു പരിശീലനം കിട്ടിയ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ്. ഞാനൊക്കെ വിചാരിച്ചു വെച്ചിരുന്നത് ഈ വളരെ വളരെ വർണ്ണാഭമായ അത്യാവശ്യം സംസ്കൃത ജടിലമായ പ്രയോഗങ്ങളൊക്കെ ആയിരിക്കും, അതാണ് അതിൻ്റെ ഭംഗി എന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ വിചാരം. അതൊന്നും അല്ലാന്ന്
മനസ്സിലാക്കി തന്നത്. കാരണം വളരെ സിമ്പിൾ. അദ്ദേഹത്തിൻ്റെ ഒരു തിയറി, ഇത് സാധാരണക്കാരനാണ് വായിക്കുന്നത്, സാധാരണക്കാരന് മനസ്സിലാകുന്ന സാധാരണക്കാരുടെ ഭാഷ. അതാണ് സത്യേട്ടൻ അതിൻ്റെ ഈ പത്രഭാഷയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത്. ഇത് തന്നെയായിരുന്നു വേണുകുറുപ്പും. ഈ വേണുകുറുപ്പ്, പിന്നെ സത്യേട്ടൻ, രാജൻ, ഇത് ഞങ്ങളുടെ മാതൃഭൂമിയിലെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ത്രിമൂർത്തികളായിരുന്നു അന്ന്. കാരണം ഇവരാണ് പലപ്പോഴും പിന്നെ ഒരു അജണ്ടയോ അല്ലെങ്കിൽ ഒരു സ്റ്റൈല് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ സർവകലാശാല, സ്കൂൾ, യൂത്ത് ഫെസ്റ്റിവലുകളൊക്കെ ഇങ്ങനെ വളരെ വിപുലമായിട്ട് പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഈ രാജനും സത്യനും കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. മറ്റേതൊക്കെ ഇങ്ങനെ ആരംഭിച്ചു, ഫലം, ലളിത സംഗീതം, 1ാം സമ്മാനം, അങ്ങനെ കൊടുക്കുന്നതിന് പകരം ഇതിനെ കുറച്ചുകൂടെയൊക്കെ ഒരു നറേറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മാറ്റങ്ങൾ മാതൃഭൂമിയിൽ കൊണ്ടുവന്ന ഇവർ 3 പേരാണ്. പിന്നെ ഇതിനെല്ലാം താത്വികമായ ഒരു പിന്തുണയുമായിട്ട് വേണുവേട്ടൻ അവിടെ നിൽക്കും. കാരണം ഇവർ കൊണ്ടുവരുന്നതാണ് ശരിയായ പത്രപ്രവർത്തനം, അങ്ങനെ അല്ലെ ഇവരുടെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ വേണുവേട്ടനാണെങ്കിൽ ലേ ഔട്ടിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴത്തെ ചിത്രമൊക്കെ ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. ഒരു വലിയ ഒരു കറപ്പിൽ നമ്മൾ റിവേഴ്സ് എന്ന് പറയുന്ന, പത്രഭാഷ റിവേഴ്സ് എന്ന് പറയുന്ന, പേജ് മുഴുവൻ റിവേഴ്സായിട്ട് ചെയ്ത തിരുവനന്തപുരത്തെ പത്രം, അത് പൊതുവാളിൻ്റെ പടം, അത് പിന്നെ സഫ്ദർജംഗിലെ മ്യൂസിയത്തിൽ ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ പേജ്. പിന്നെ അവർ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴത്തെ പേജ്. അപ്പം അങ്ങനെ ഇവരൊക്കെ ആയിരുന്നു ഞങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമോ ഒരു വലിയ, ഞാൻ കുറച്ച് പേരുടെ പേര് നേരത്തെ പറഞ്ഞു, ഒരു അന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു സംഘം. ഞങ്ങളെ ഒരു 10 വർഷത്തിന് ശേഷം മാതൃഭൂമിയിലെ ഒരു ട്രെയിനിങ് ബാച്ച് വന്നിരുന്നു ഒരാളായിരുന്നു ഞാൻ. അതിനുശേഷം എം പി സുരേന്ദ്രന്, എം പി രാജേന്ദ്രൻ, അങ്ങനെ ഒരു വലിയ ടീമുണ്ടായിരുന്നു. വിജയകൃഷ്ണൻ, പിന്നെ അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം മെൻറ്റർ ചെയ്ത് ഒന്നുകിൽ സത്യേട്ടൻ, അല്ലെങ്കിൽ രാജേട്ടൻ, അല്ലെങ്കിൽ വേണുവേട്ടൻ. പിന്നെ വേണുവേട്ടൻ തിരുവനന്തപുരത്തോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടുപ്പമായത്. സത്യേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അദ്ദേഹം നമ്മുടെ കൂടെ ഇപ്പം ഈ രാത്രി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ചിലപ്പോൾ വെളുപ്പിനൊക്കെ 3-3:30 വരെയൊക്കെ പോകുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കും. അതൊക്കെ കൂടെ വന്ന് നിൽക്കും. അല്ലെ പിറ്റേ ദിവസം രാവിലെ വന്ന് ഹാജരാകും ഞങ്ങളുടെ സ്ഥിതി എന്താണെന്ന് അറിയാൻ. അപ്പോൾ ഏത് കാര്യത്തിലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റോറീസിനൊക്കെ പുതിയ ആംഗിളുകൾ കണ്ടെത്തുക. അപ്പോൾ ഈ മാതൃഭൂമിയിൽ എന്തെങ്കിലും ഒരു വാർത്തയെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങളുണ്ടായാൽ ഇപ്പോൾ രാജനും വേണുവേട്ടനും തമ്മിലൊക്കെയുള്ള ഈ കത്തിലൂടെ ചർച്ചകൾ നടക്കും. അത് ഇതിങ്ങനെ കൊടുത്തത് ശരിയായോ, അല്ലെങ്കിൽ ഇത് പിന്നെ ലീഡാക്കേണ്ടതായിരുന്നില്ലേ, അതിൻ്റെ ഇൻട്രോ ശരിയായോ, ഇത് വളരെ വളരെ എന്താ പറയുക, വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള, വളരെ പ്രൊഫഷണലായിട്ടുള്ള ചർച്ചകൾ. സത്യേട്ടൻ പക്ഷേ പിന്നെ ഏതൊരു പുതിയ വാർത്തയ്ക്ക്, ഏതൊരു വാർത്തയുണ്ട്, ഏതൊരു സംഭവത്തിലൊരു വാർത്തയുണ്ടെന്നുള്ളൊരു ഒരു മട്ടുകാരനായിരുന്നു സത്യവ്രതൻ. ഒരു പ്രത്യേക, പിന്നെ ആ കുമ്പളങ്ങിക്കാരനാണ് കൊച്ചിയിൽ, അതിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ലാളിത്യം, ഇങ്ങനെ മുറുക്കി ചോപ്പിച്ച് ഇങ്ങനെ കൂട്ടത്തിൽ നമ്മളെയും കൊണ്ടു കിടക്കാം. ഞങ്ങനൊക്കെ അന്ന് ചെറിയ പിള്ളേരെന്ന് ആലോചിക്കണം. സത്യേട്ടനൊക്കെ അന്ന് മാതൃഭൂമിയിൽ, അന്ന് സത്യേട്ടൻ KWJൻ്റെയൊക്കെ പ്രസിഡൻറ്റോ ജനറൽ സെക്രട്ടറിയോ ഒക്കെ ആയിട്ടൊക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്തൊക്കെ ഞങ്ങൾ ചെല്ലുന്നത്. ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ, രാജൻ്റെ കൂടെ. രാജന് പിന്നെ എല്ലാ കാര്യങ്ങളിലും നല്ല അറിവാണ്. ജേർണലിസത്തെക്കുറിച്ചാണെങ്കിലും ഇതിനെക്കുറിച്ചാണ് നമുക്ക് എന്ത് സംശയവും ചോദിക്കാം. അങ്ങനത്തെ ഒരാളായിരുന്നു രാജൻ. ഒരു ഉപദേഷ്ടാവായിരുന്നു. അങ്ങനെ ഈ 3-4 പേര്, പിന്നെ VM കൊറാത്ത്, അതൊക്കെ അദ്ദേഹം ഞങ്ങൾക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നതിനപ്പുറത്തായിരുന്നു. വളരെ സീനിയറായിട്ടുള്ള അങ്ങനെ ഒരു വലിയൊരു തലമുറ ഉണ്ടായിരുന്നു. അവാർഡെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അവാർഡിന് ഞാനൊരു എൻട്രി അയച്ചിട്ടില്ല ഒരിക്കലും. ഞാൻ പറഞ്ഞാൽ ആദ്യത്തെ അവാർഡ് കിട്ടിയത് ലൽക്കാറാണ് അയച്ചത്. ലൽക്കാറിൻ്റെ നിർബന്ധമായിരുന്നു, അയച്ചു. ഞാൻ പിന്നെ ഒരിക്കലും ഒരു അവാർഡിനും ഒരു എൻട്രി അയച്ചിട്ടില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് തെറ്റായതുകൊണ്ടോ അല്ല, അതൊരു മോശമായതുകൊണ്ടൊന്നും അല്ല, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. ഒരു പരമ്പരകൾ ചെയ്തെന്ന് വെച്ചാൽ എക്സസൈസിനെ കുറിച്ചുള്ളത്, വിദ്യാഭ്യാസം, അങ്ങനെ ഏതാണ്ട് എല്ലാ വിഷയങ്ങളും നമ്മൾ പരമ്പരകൾ ചെയ്തിട്ടുണ്ട്. ഇനി മാതൃഭൂമിയിൽ പ്രവർത്തിക്കുമ്പം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് PV ചന്ദ്രൻ, ഞങ്ങളുടെ മാനേജിങ് എഡിറ്റർ. ഒരു വലിയ പിന്തുണയായിരുന്നു, എന്നോട് വലിയ വാത്സല്യമായിരുന്നു. അപ്പോൾ ഞാൻ മാതൃഭൂമിയിൽ ഇവിടെ
തിരുവനന്തപുരത്ത് പൊളിറ്റിക്കൽ റിപ്പോർട്ടറായിട്ടും പിന്നീട് ബ്യൂറോ ചീഫായിട്ടും പ്രവർത്തിച്ചു. ആ സമയത്ത് ഇന്ത്യ വിഷൻ അവർ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഇന്ത്യ വിഷനിലാണല്ലോ ഈ വൈകുന്നേരത്തെ ചർച്ചകൾ ആദ്യമായിട്ട് വരുന്നത്. അപ്പം നികേഷ് അപ്പം നല്ല സുഹൃത്താണ്. അപ്പം നികേഷ് എന്നെ ചർച്ചകൾക്ക് വിളിച്ചു. അപ്പം നമുക്ക് അനുവാദമില്ലാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ചന്ദ്രേട്ടനോട് ചോദിച്ചപ്പം ചന്ദ്രേട്ടൻ പറഞ്ഞു നീ പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പോയി തുടങ്ങി. എനിക്ക് തോന്നി ഈ പത്രപ്രവർത്തന കൂട്ടത്തിൽ ആദ്യമായിട്ട് ഇത്തരം ചർച്ചയ്ക്ക് പോകുന്ന ഒരാൾ ഞാനാണ്. കുറേ കഴിഞ്ഞപ്പോൾ അത് സ്ഥാപനത്തിലതൊരു ഇഷ്യൂ ആയി, ഹയർ അപ്സിലതൊരു പ്രശ്നമായി. അപ്പം അവർ കൊണ്ടുവന്ന ന്യായം എന്ന് പറഞ്ഞാൽ ഞാൻ പൊളിറ്റിക്സാണ് നോക്കുന്നത്, ഈ ചർച്ചാ വിഷയമൊക്കെ പൊളിറ്റിക്സാണ്, രാഷ്ട്രീയമാണ്, പലപ്പോഴും നാളത്തെ പത്രങ്ങളിൽ വരേണ്ട കാര്യങ്ങൾ ഈ ചർച്ചകളിൽ വരും എന്നൊക്കെ ഉള്ളൊരു ന്യായമൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ എന്നോട് PBCക്ക് പക്ഷേ ഞാൻ ചർച്ചകളിൽ പോകുന്നത് സന്തോഷമായിരുന്നു. ചന്ദ്രേട്ടൻ എന്നോട് ഒരു ദിവസം പറഞ്ഞിടാ, ഡയറക്ടർ ബോർഡിലൊക്കെ ഇതൊരു വിഷയമായിട്ടുണ്ട്, നിനക്ക് ഈ നിൻ്റെ പേര് കൊടുക്കുന്നതിൻ്റെ അടിയിൽ മാതൃഭൂമി എന്നുകൂടെ അവർ കൊടുക്കും എന്ന് പറഞ്ഞു. അത് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം ഇന്ത്യ വിഷൻ സണ്ണിക്കുട്ടി അബ്രഹാം മാതൃഭൂമി. അപ്പം ചന്ദ്രേട്ടൻ പറഞ്ഞാ മാതൃഭൂമിക്കൊരു ഇതല്ലേ, മാതൃഭൂമിയുടെ ഒരു അംഗീകാരമല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് വലിയ തർക്കമൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെ അതിനുശേഷം ഞാൻ ഏഷ്യാനെറ്റിൽ തന്നെ ഒരു നേർക്കുനേർ എന്ന് പറഞ്ഞൊരു പരിപാടി, ഇപ്പോഴത്തെ നേർക്കുനേറല്ല, അത് വ്യത്യസ്ത അഭിപ്രായമുള്ള 2 പേരിരിക്കും, നടുവിലൊരു ആങ്കർ. ആ ആങ്കർ ഞാൻ ഗൗരി, ജേക്കബ് ജോർജൊക്കെ ചെയ്തിട്ടുണ്ട്, MT രാജേഷൻ, ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്, ധാരാളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 2 പ്രോഗ്രാംസൊക്കെ. അപ്പോൾ എനിക്ക് പിന്നെ ദൃശ്യമാധ്യമം താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അത് മാതൃഭൂമി വിട്ടിട്ട് പോകാനെന്നുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം മാതൃഭൂമിയിലെ ചില സംഭവവികാസങ്ങളുടെ ഭാഗമായിട്ട് അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തൃശ്ശൂരിലേക്ക് മാറ്റമായി. തൃശ്ശൂർ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. 1990 തൃശ്ശൂരിൽ എഡീഷൻ തുടങ്ങുമ്പം ആ ടീമിൽ ഞാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനി വീണ്ടും എന്നെ തിരുവനന്തപുരത്തും ബ്യൂറോ ചീഫായിരിക്കും എന്നെ തൃശ്ശൂർക്ക് വിട്ടു. അപ്പം എനിക്കൊരു നിരാശയൊക്കെ ഉണ്ടായി, അത് തൃശ്ശൂർ അങ്ങനെ തുടരാനുള്ള ഒരു ഇല്ല. അപ്പോഴാണ് ഈ ജയ്ഹിന്ദ് TV-യുടെ ഒരു ആലോചനയൊക്കെ വരുന്നത്. അപ്പം ഞാൻ അതുമായിട്ട് സഹകരിച്ചു. അപ്പോൾ അവസാനം ഞാൻ അങ്ങ് രാജിവെച്ചു. മാതൃഭൂമിയിലെ ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നു, അതൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല, അതങ്ങനെ അന്ന് സംഭവിച്ചു. ഞാൻ അങ്ങനെ രാജിവെച്ചിട്ടാണ് ജയ്ഹിന്ദിലേക്ക് വരുന്നത്. പിന്നെ ജയ്ഹിന്ദിൽ ഞാൻ കൂടുതൽ കാലം നിന്നില്ല, കാരണം നമുക്കങ്ങനൊരു കോൺഗ്രസ്, നമ്മുടെ ഒരു ധാരണ കോൺഗ്രസിൻ്റെ ചാനലാണെങ്കിലും അതൊരു പാർട്ടി ചാനലല്ലാതെ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് നടത്തണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അവിടെ ഇൻ്റർഫിറൻസൊക്കെ വന്നപ്പം അത് അവസാനിപ്പിച്ചു. പിന്നീട് ഞാൻ കുറച്ചു കാലം കുറേ ഡോക്യുമെൻ്ററികളൊക്കെ ചെയ്തു. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരെണ്ണം പിന്നെ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ളതായിരുന്നു, ഡാമേജർ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് എടയ്ക്കൽ ഗുഹകൾ, പിന്നീട് കേരളത്തിലെ ക്രിക്കറ്റിൻ്റെ 60 വർഷം, അങ്ങനെയൊന്നും ചെയ്തു, ധാരാളം ചെയ്തു. പക്ഷേ എടുത്തു പറയാവുന്ന ഇതൊക്കെയാണ്. പിന്നെ ഷൈനിയുമായിട്ട് ചേർന്ന് ചെയ്ത VPR-ൻ്റെ അതെനിക്കൊരു സത്യം പറഞ്ഞ ഒരു ഗുരുദക്ഷിണ പോലായിരുന്നു. VPR-ന് അവിടെ ഒരു ഇതായിരുന്നു. VPR-ൻ്റെ അവസാന നാടുകളിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നടക്കാനോ നല്ലതുപോലെ സംസാരിക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല. ഞങ്ങൾ പിന്നെ ഗ്രാഫിക്സിൻ്റെ ഒക്കെ സഹായത്തോടെയാണ് അത് പൂർത്തിയാക്കിയത്. അങ്ങനെ കുറേ പിന്നെ ഡോക്യുമെൻ്ററികൾ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇന്ത്യ വിഷൻ്റെ തുടക്കം മുതൽ ഞാനൊരു പതിവ് ചർച്ചാന്തേഹിയായിരുന്നു. ചിലപ്പോഴൊക്കെ ഒരു ദിവസം 2-3 ചാനലുകളിൽ പോയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നീട് ധാരാളം പേര് വന്നപ്പോൾ നമ്മളൊന്ന് പിന്മാറി. പക്ഷേ എന്നാലും നല്ല വിഷയങ്ങളൊക്കെ വരുന്ന ഉടനെ ഇപ്പോഴും വിളിച്ചാൽ ഞാൻ പോവും. എല്ലാത്തിനും പോകാറില്ല. ഇന്നുപോലും ഒരെണ്ണത്തിന് വിളിച്ചപ്പോൾ ഞാൻ അതിന് പോയില്ല. പക്ഷേ എനിക്ക് നല്ല വിഷയങ്ങളാണ് എന്ന് തോന്നിയാൽ പോകാറുണ്ട്. പിന്നെ ചിലരുടെ കൂടെയൊക്കെ ഇരിക്കുന്ന ഉടനെ കൂടുതൽ സന്തോഷമാണ്. ചില ആങ്കർമാർ, പേരൊന്നും ചോദിക്കരുത്, പേര് പറയാമല്ല, അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതലൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമ്മളിത് പലരും ചർച്ച എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമെങ്കിലും അതൊരു നമ്മുടെ കോളം ചെയ്യുന്ന പോലെ വാസ്തവത്തിൽ. നമുക്ക് നമ്മുടെ വിഷയങ്ങളെപ്പറ്റി, ഇപ്പോൾ ഈ
ഞാൻ മാതൃഭൂമിയിൽ ഇരിക്കുമ്പോൾ ഞാൻ വളരെ പറയുന്നത് പോലുള്ള അഭിപ്രായ പ്രകടനങ്ങളല്ല. പിന്നീട് എനിക്ക് കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് എൻ്റെ രാഷ്ട്രീയമോ എൻ്റെ അഭിപ്രായങ്ങളോ പറയാൻ പറ്റുന്നൊരു സമയമുണ്ടായി. അത് ധാരാളമായിട്ട് ഞാൻ ചർച്ചകളിൽ, പിന്നെ ഈ നേർക്കുനേർ പോലുള്ള പരിപാടികളിലൊക്കെ ധാരാളമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കുറവാണ്. പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്, ഒന്ന് ഞാൻ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ, അത് ഞാനാണ് എഴുതിയത്. ഉമ്മൻചാണ്ടി ഡിക്റ്റേറ്റ് ചെയ്തു. പിന്നെ എൻ്റെ റിസർച്ച്, ആ റിസർച്ചിൻ്റെ ഫലം ഞാൻ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ച് ഉമ്മൻചാണ്ടി പറയുന്നത്, എന്നിട്ട് ഉമ്മൻചാണ്ടി പറയുന്നത് എഴുതുന്നു. അങ്ങനെ ഒരു 3 വർഷം കൊണ്ട് എഴുതിയ പുസ്തകം. അത് കഴിഞ്ഞ വർഷത്തെ മാതൃഭൂമിയുടെ ബെസ്റ്റ് സെല്ലറായിരുന്നു. നോൺ ഫിക്ഷൻ വലിയ 10-12 എഡീഷൻസായി. നന്നായിട്ട് പോയി. അത് പിന്നെ യാദൃച്ഛികമായിട്ട് ഉമ്മൻചാണ്ടിയുടെ മരണം കഴിഞ്ഞ ഉടനെയാണ് പബ്ലിഷ് ചെയ്തത്. അത് അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്തതല്ല. എഴുതിയെല്ലാം തയ്യാറായി. അദ്ദേഹം 3 തവണ അത് വായിച്ചു. 3-ാമത്തേത് മുഴുവൻ വായിച്ചില്ല. അതിനു മുമ്പ് പുള്ളി രോഗം കുറച്ച് കൂടുതലായി. അപ്പോൾ അത് പിന്നെ കൊടുക്കാമായിരുന്നു. പിന്നീട് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ സഭാതലം, നമ്മുടെ നിയമ നിർമ്മാണ സഭകളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പാർലമെൻറ്റും നിയമസഭയും പ്രവർത്തിക്കുന്നത്, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതായത് എങ്ങനെയാണ് ഒരു നിയമസഭ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ചോദ്യോത്തരം, അടിയന്തര പ്രമേയം, 0 അവർ, നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, ബജറ്റ് പാസ്സാക്കുന്നത്, മറ്റു വിഷയം, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു അതിനെപ്പറ്റി അറിവില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പുസ്തകം. പിന്നെ ഞാനൊരു വലിയ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ എൻ്റെ വിഷയം ഞാൻ പറയുന്നില്ല. ഞാനൊരു ഇപ്പം തന്നെ അതിൻ്റെ ഒരു പകുതിയോളം എഴുതി. അപ്പം തന്നെ ഒരു 4 വോള്യം വരുന്ന ഒരു ബുക്കാണ്. അതിൻ്റെ ജോലിയിലാണ്. ചരിത്രമാണ്. പത്തനംതിട്ട ജില്ലയിൽ റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത്, റാന്നിയിലെ കക്കുടിമണ്ണെന്ന് പറയുന്ന വളരെ ഒരു കുഗ്രാമം, അതാണ് എൻ്റെ ഒരു ജന്മദേശം. ഫാദർ കെ എബ്രഹാം കൃഷിക്കാരനായിരുന്നു. അമ്മ സാറാമ്മ എബ്രഹാം. അമ്മ പിന്നെ സാധാരണ വീട്ടമ്മ എന്ന് പറയാവുന്ന ആയിരുന്നു. അമ്മ മരിച്ചിട്ടിപ്പം 3 വർഷമാവുന്നേ ഉള്ളൂ. ഫാദർ നേരത്തെ മരിച്ചു. ഞാൻ കാസർഗോഡ് ജോലി കൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചത്. ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു കുഗ്രാമം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇപ്പോഴത്തെ ആളുകൾക്ക് ഇമാജിൻ ചെയ്യാൻ മേലാത്ത, റാന്നി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു നല്ല റോഡ് പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് എൻ്റെ ജന്മദേശം. 2 സഹോദരിമാർ, ഒരാൾ ഇവിടെ പോത്തൻകോട് താമസിക്കുന്നു. പിന്നെ 2ാമത്തെ സഹോദരി കൊട്ടാരക്കരയാണ്. വേറൊരു സഹോദരൻ, അദ്ദേഹം PSCയിൽ അണ്ടർ സെക്രട്ടറി ആയിട്ട് വിരമിച്ചു. ഇപ്പോൾ നാട്ടിലാണ്. ഭാര്യ മോളി റേച്ചൽ തോമസ്. എൻ്റെ വീടിനടുത്ത് കോഴഞ്ചേരിക്കടുത്ത് കീക്കൊടൂർ സ്വദേശിയാണ്. കുറച്ച് 6-7 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. പിന്നെ എനിക്കുള്ളത് 2 ആൺമക്കളാണ്. ഒരാൾ നിതിൻ സണ്ണി, അവന് പിന്നെ ദുബായിലൊരു ഷിപ്പിംഗ് കമ്പനിയിലെ ജനറൽ മാനേജറാണ്. 2ാമത്തെ ആൾ സിനിമാറ്റോഗ്രാഫി പഠിക്കുന്നു, സൗരവ് സണ്ണി. നിതിനെ വിവാഹം കഴിച്ചിരിക്കുന്നത് സജിനി ജേക്കബ്. അവർ ബാംഗ്ലൂർ സ്ഥിരതാമസക്കാരാണ്. അവർക്കൊരു കുഞ്ഞുണ്ട്, നോവ. ഏറ്റവും അവസാനം ഞാൻ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയപ്പോഴേ ഞാൻ തിരുവനന്തപുരത്ത് അങ്ങ് സെറ്റിൽ ചെയ്തു. പിന്നീട് ട്രാൻസ്ഫറൊക്കെ ആയാലും കുടുംബം ഇവിടെ വന്നു. ഞാനിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരികയായിരുന്നു. അപ്പം ആദ്യം ഞാൻ താമസിച്ചിരുന്നത് ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു ഫ്ലാറ്റിലായിരുന്നു, ഈ പാറോട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നെ ഞാനവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ വീട് വെച്ചു. പിന്നീട് ഇങ്ങോട്ട് ഇപ്പോഴത്തെ ഫ്ലാറ്റിലേക്ക് മാറി. ഈ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്താണ് പിന്നീട് മകൻ വാങ്ങിയതാണ്. ഇത് മകൻ്റെ ഫ്ലാറ്റ്. എൻ്റെ വീട് ഈ പാറോട്ടുകോണത്തുണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തിരിക്കും. ഇത് സ്കൈലൈൻ SFS ഗോൾഡ് ഫിലിംസ് റോഡിലാണ് നമ്മുടെ ഫ്ലാറ്റ്.